നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് സിസ്റ്റംസ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ കൂടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ കൂടെ കയറി വരും. ഓക്കെ അല്ലേ? അപ്പോൾ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് സിസ്റ്റംസ് നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ നിൽക്കുന്ന ചാപ്റ്റർ, കാരണം നമ്മൾ 12th അവസാനം പഠിച്ചു നിർത്തിയ ചാപ്റ്ററാണ് ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ആണല്ലോ. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് മാക്സിമം നമ്പർ ഓഫ് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ അല്ലേ മക്കളെ? അപ്പോ നമ്മൾ ആദ്യം കമ്മ്യൂണിക്കേഷൻസിൽ പഠിക്കുന്നത് ഒരു ടിപ്പിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ് അല്ലെ. നമുക്കറിയാം ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവണമെങ്കിൽ മിനിമം എത്ര പേര് വേണം? 2 പേര് വേണം അല്ലെ. ഇപ്പൊ നമ്മൾ 2 പേര് തമ്മിൽ സംസാരിക്കാം, അല്ലെങ്കിൽ 3 പേര് തമ്മിൽ സംസാരിക്കാം അല്ലെ. അപ്പൊ മിനിമം ഒരു 2 പേരെങ്കിലും വേണം. അതായത് നമ്മൾ പറയാൻ ഒരാൾ വേണം, അതുപോലെ ആ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും ഒരാൾ വേണം ആണല്ലോ. അപ്പോ ഞാൻ ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഒരു ടിപ്പിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നമുക്കൊരു ഒരു കോൾ, ഒരു മൊബൈലിൽ നമ്മൾ കോൾ ചെയ്യാറുണ്ടല്ലേ, ഒരു ഫോൺ കോൾ വെച്ചിട്ട് ഞാനൊന്നൊക്കെ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് അത് സിമ്പിൾ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് തരാം. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ശ്രദ്ധിക്കുക, ഒരു ടിപ്പിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തില് ഒരു ട്രാൻസ്മിറ്റർ ഉണ്ടാവും. ഓക്കെ അല്ലേ? ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് കാണാം. ഓക്കെ, ഇതിനൊരു റിസീവർ ഉണ്ടാവും. ഓക്കെ എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഫോൺ എടുത്ത് ഒരു കോൾ ചെയ്യാണ് അല്ലെ. ഫോൺ എടുത്ത് കോൾ ചെയ്യാണ്, നമ്മൾ ഫോൺ എടുത്ത് നമ്പർ ഡയൽ ചെയ്തു, കോൾ ചെയ്തപ്പോൾ കോൾ എടുത്തു നമ്മൾ സംസാരിക്കാൻ പോവുകയാണല്ലോ. ഇനി ആ നമ്മളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോഴ്സ് എന്ന് വിളിക്കും. എന്ന് പറഞ്ഞാൽ ആ സംസാരിക്കുന്ന ആളാണ് നമ്മളല്ലേ സംസാരിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഫോൺ കോൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഞാനൊരു എക്സാമ്പിൾ എടുത്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ സോഴ്സ് എന്ന് പറയുന്നത് ആര് തന്നെ മക്കളെ? നമ്മൾ തന്നെയാണ്. ഓക്കെ അല്ലേ? അപ്പൊ എന്തായിരിക്കും ട്രാൻസ്മിറ്റർ? നിങ്ങൾ തന്നെ പറ മക്കളെ, ഫോൺ ആയിരിക്കത്തില്ലേ? അപ്പൊ ഒരു ഫോൺ ഒരു ട്രാൻസ്മിറ്റർ ആണ് ആണല്ലോ മക്കളെ. എന്നിട്ട് ഇവിടുന്ന് സിഗ്നൽസ് എന്ത് ചെയ്തു? ഇവിടെ എത്തണം, റിസീവിംഗ് എൻഡിൽ എത്തണം. അപ്പൊ ഇതിനിടയിൽ എന്താവശ്യമാണ്? ഒരു മീഡിയം ആവശ്യമാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ ട്രാൻസ്മിറ്ററിനും റിസീവറിനും ഇടയിൽ എന്ത് വേണം? ഒരു മീഡിയം വേണം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഫോൺ എടുത്തു, ഒരു ഫോൺ കോൾ ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു? നമ്മൾ സംസാരിക്കുകയാണ്. അപ്പോ നമ്മൾ സംസാരിക്കുകയാണ് അല്ലെ. അപ്പൊ എന്ത് എനർജി അവിടെ ഉള്ളത്? സൗണ്ട് എനർജിയാണ് ഉള്ളത്. നമ്മൾ സംസാരിക്കുമ്പോൾ എന്ത് എനർജിയാണ് ഉള്ളത്? സൗണ്ട് എനർജിയാണ് ഉള്ളത്. ആ സൗണ്ട് എനർജി ഈ ട്രാൻസ്മിറ്ററിലോട്ട് കയറുമ്പോൾ അത് ഇലക്ട്രിക്കൽ ഫോമിലോട്ട് മാറും. ഓക്കെ, നോട്ട് ദ പോയിന്റ്, ഇലക്ട്രിക്കൽ ഫോം എന്ന് പറഞ്ഞാൽ നമ്മുടെ മെസ്സേജ്, അതായത് നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ സിംപ്ലി വാട്സപ്പിൽ ഹായ് മെസ്സേജ് അയക്കാറുണ്ടല്ലേ, വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ടോ, ടെലഗ്രാമിൽ മെസ്സേജ് അയക്കാറുണ്ടല്ലേ. അപ്പോൾ സിംപ്ലി ഒരു മെസ്സേജ്, ഓക്കെ, നമ്മുടെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പല ഫോമിൽ കിടക്കുന്നതായിരിക്കും. ഓക്കെ അല്ലെ? ആ മെസ്സേജിനെ നമ്മൾ എന്തിലോട്ട് മാറ്റുന്നത്? ഇലക്ട്രിക്കൽ ഫോമിലോട്ട് മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനത്തെ നമ്മൾ സിഗ്നൽ എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? ഈ സിഗ്നൽ ആയിട്ടാണ് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ വാട്ട് ഈസ് സിഗ്നൽ? ഇലക്ട്രിക്കൽ ഫോം ഓഫ് മെസ്സേജ് അല്ലെ. നമ്മുടെ മെസ്സേജിന്റെ ഇലക്ട്രിക്കൽ ഫോമിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് മക്കളെ? സിഗ്നൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇപ്പൊ എവിടത്തെ നിൽക്കുവാണ്? ട്രാൻസ്മിറ്ററിൽ എത്തി സാധനം അല്ലെ. അപ്പൊ നമ്മളൊരു ഹായ് പറഞ്ഞു, ഫോൺ വിളിച്ചിട്ട് ഹലോ എന്ന് വെച്ചു അല്ലെ. ആ ഹലോ എന്ന് പറയുന്നത് ഒരു സൗണ്ട് എനർജിയാണ്. ആ സൗണ്ട് എനർജിക്ക് ഇക്വലന്റ് ആയിട്ടുള്ള എന്ത് ഫോമിലോട്ട് പോയി? ഇലക്ട്രിക്കൽ ഫോമിലോട്ട് പോയി. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ എത്തിക്കുക, ട്രാൻസ്മിറ്ററിൽ എത്തിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം ട്രാൻസ്മിറ്ററിൽ നമുക്ക് എന്ത് ചെയ്യണം? റിസീവിംഗ് എൻഡിലോട്ട് പോകണം അല്ലെ. അപ്പോ ഈ റിസീവിംഗ് എൻഡിലും എന്തുണ്ടാവും? ഒരു ഫോൺ ഉണ്ടാവത്തില്ലേ മക്കളെ? അപ്പൊ ട്രാൻസ്മിറ്റിംഗ് എൻഡിലും ഒരു ഫോൺ ഉണ്ട്, റിസീവിംഗ് എൻഡിലും ഒരു ഫോൺ ഉണ്ട്. അപ്പോ റിസീവിംഗ് എൻഡിൽ എന്ത് ചെയ്തു? ഒരു ഫോൺ കോൾ എടുത്തു. ഓക്കെ, ഒരു ഫോൺ എടുത്തു, അവിടെ ഒരു ഫോൺ ഉണ്ടാവും. അപ്പോ ഈ റിസീവിംഗ് എൻഡിൽ ആ സിഗ്നൽ കണക്ട് ചെയ്യുന്നത് എന്ത് ഫോമിലായിരിക്കും മക്കളെ? ഇലക്ട്രിക്കൽ ഫോമിൽ തന്നെ ആയിരിക്കും. പറഞ്ഞ മനസ്സിലായോ? എന്നിട്ട് അവിടെ എന്തുണ്ടാവും? ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടാവും. അതായത് അവിടെ നമ്മൾ പറയുന്ന കേൾക്കുന്ന ഒരാളുണ്ടല്ലോ, ഡെസ്റ്റിനേഷൻ. അയാൾക്ക് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അറിയണ്ടേ? ഇപ്പൊ നമ്മൾ ഹലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡെസ്റ്റിനേഷനിൽ നിൽക്കുന്ന ആൾക്ക് എന്ത് വേണം? ആ ഹലോ മെസ്സേജ് തന്നെ എത്തണം അല്ലെ. അയാൾക്ക് ഈ ഇലക്ട്രിക്കൽ ഫോം ഡീകോഡ് ചെയ്യാൻ പറ്റുമോ മക്കളെ? ഇല്ല. അപ്പോ ഇവിടെ എത്തുമ്പോഴും അവിടെ എന്ത് നടക്കുന്നുണ്ട്? ആ വരുന്ന ഇലക്ട്രിക്കൽ ഫോമിലുള്ള സിഗ്നൽസിനെ കൺവേർട്ട് ചെയ്ത് എന്തായിട്ട് വീണ്ടും സൗണ്ട് ആയിട്ട് മാറ്റും, അല്ലെങ്കിൽ സൗണ്ട് എനർജി ആയിട്ട് മാറ്റും. പറഞ്ഞ മനസ്സിലായോ മക്കളെ? അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വന്നു. ഇവിടെ എന്താണ്? സൗണ്ടിനെ ഇവിടെ എന്തായിട്ട് മാറ്റി? ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റി, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഫോമിലോട്ട് മാറ്റി. അപ്പോൾ റിസീവിംഗ് എൻഡിൽ എന്ത് ചെയ്തു? ഇലക്ട്രിക്കൽ എനർജിയെ എന്തായിട്ട് മാറ്റി? സൗണ്ട് എനർജി ആയിട്ട് മാറ്റി. അപ്പോ ഈ ട്രാൻസ്മിറ്റിംഗ് എൻഡിലും റിസീവിംഗ് എൻഡിലും ഒരു എനർജി കൺവേർട്ടറിലെ ഉണ്ടല്ലോ. അതിനെ നമ്മൾ ട്രാൻസ്ഡ്യൂസർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, കുറച്ച് ടേംസ് നമ്മൾ ഇവിടെ ആദ്യമേ പഠിക്കുന്നുണ്ട്, അതൊക്കെ ഞാൻ സിമ്പിൾ ആക്കി പറഞ്ഞു തരാണ്. സോ വാട്ട് ഈസ് ട്രാൻസ്ഡ്യൂസർ? എന്താണ് മക്കളെ ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ?
യെസ്, വൺ ഫോം ഓഫ് എനർജിയെ വേറൊരു ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ് അല്ലെ. ഇവിടെ എന്താണ് അതിന്റെ യൂസ് എന്ന് പറയുന്നത്? സൗണ്ട് എനർജിയെ എന്തായിട്ട് മാറ്റും? ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റും അല്ലെ. ഇൻ ദ റിസീവിംഗ് എൻഡ് ഇവിടെ എന്താണ്? എന്ത് എനർജിയെ? ഇലക്ട്രിക്കൽ എനർജിയെ എന്തായിട്ട് മാറ്റും? സൗണ്ട് എനർജിയാക്കി മാറ്റും. Okay, transducer which converts one form of energy into another form. Hope you understood. Okay, then ഇനി നമ്മൾ എന്തൊക്കെ എന്തുണ്ട് മക്കളെ? ഒരു ജസ്റ്റ് ഒരു മീഡിയം ഉണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ഒരു മീഡിയം ഉണ്ട്, അല്ലെങ്കിൽ ഒരു മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ വേണ്ടേ? ഓക്കെ, നമുക്കറിയാം നമ്മൾ ചിലപ്പോൾ ഫോണൊക്കെ ചെയ്തുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്ക് നോയ്സ് അല്ലെ, ചില അപശബ്ദങ്ങൾ അല്ലെങ്കിൽ ചില എരപ്പ് അല്ലെ, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ കോൾ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഒക്കെ ശബ്ദങ്ങളൊക്കെ കയറി വരാറില്ലേ അല്ലെ? നമുക്കിതൊക്കെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ അല്ലെ നമ്മുടെ നിത്യജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ മക്കളെ? അപ്പോൾ ഈ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് ഇവിടെ എന്ത് മിക്സിംഗ് ഉണ്ടാവും മക്കളെ? നോയിസ് മിക്സിംഗ് ഉണ്ടാവും. കണ്ടോ അടുത്ത ടേം കണ്ടോ? ബ്ലോക്ക് ഡയഗ്രത്തിൽ അടുത്ത ടേം എന്താണ്? നോയിസ്. മക്കളെ, വാട്ട് ഈസ് നോയിസ്? എന്താണ് നോയിസ്? യെസ്, അൺവാണ്ടഡ് സിഗ്നൽസിനെ മക്കളെ നമ്മൾ നോയിസ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് അൺവാണ്ടഡ് സിഗ്നൽ? ഓക്കെ, ഞാൻ പറയുന്നു ഇരക്കുന്നു അല്ലെങ്കിൽ ഇരപ്പ് വയ്ക്കുന്നു അല്ലെങ്കിൽ ഒരു കരകര സൗണ്ട് ഒക്കെ കേൾക്കുന്നു, ഇതെല്ലാം എന്താണ്? അൺവാണ്ടഡ് സിഗ്നൽസ് ആണ് അല്ലെ. അപ്പോൾ ഇത് മാത്രമാണോ അൺവാണ്ടഡ് സിഗ്നൽ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആണോ മക്കളെ? അല്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ നല്ല വിഷമത്തിലിരിക്കുന്ന ഒരു സമയം അല്ലെ, നമ്മൾ നല്ല വിഷമത്തിലിരിക്കുന്ന ഒരു സമയത്ത് ഒരു അടിച്ചുപൊളി പാട്ട് ഇങ്ങനെ മൊത്തം കേൾക്കുകയാണ് അല്ലെ, വല്ല ഉച്ചത്തിലല്ലേ കേൾക്കുകയാണ്, നമുക്കത് ഇഷ്ടപ്പെടുമോ മക്കളെ? നമുക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല അല്ലെ. നമ്മുടെ ആ സിറ്റുവേഷൻ അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ പാട്ടുകൾ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് അസഹനീയമല്ലേ? ആണല്ലോ. അൺവാണ്ടഡ് അല്ലേ? ആണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ആ സിഗ്നൽസ് എന്താണ്? നമുക്ക് അൺവാണ്ടഡ് ആണ്. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ഡെഫിനിഷൻ നോട്ട് ചെയ്തുകൊള്ളാം. What is noise? Yes, unwanted signals. I hope you understood this. Okay, then അപ്പോൾ ട്രാൻസ്മിറ്റർ ആയി, മീഡിയം ആയി, റിസീവർ ആയി, ഡെസ്റ്റിനേഷൻ ആയി, നോയ്സ് ആയി. ഓക്കെ, ഇതെല്ലാം കൂടെ ചേർന്നതാണ് നമുക്കൊന്ന് പറയാം ഒരു ടിപ്പിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അല്ലെ. നമുക്കറിയാം ബേസിക്കലി മിനിമം എത്ര പേരെങ്കിലും വേണം കമ്മ്യൂണിക്കേഷന്? 2 പേരെങ്കിലും വേണം. ഓക്കെ അല്ലേ മക്കളെ? ഇനി ഇവിടെ അറിയേണ്ട ഒരു ടേം ഞാനൊന്ന് പറയാണ്. ഈ ട്രാൻസ്മിറ്ററിനെയും റിസീവറിനെയും കൂടെ കളക്റ്റീവായിട്ട് പറയുന്ന ഒരു പേരുണ്ട് മക്കളെ, നോട്ട് ചെയ്ത് വെച്ചുകൊള്ളുക. റിപ്പീറ്റർ. ഓക്കെ അല്ലേ? റിപ്പീറ്റർ. സോ വാട്ട് ഈസ് റിപ്പീറ്റർ? എസ്, എന്തിനൊക്കെയാ മക്കളെ? ട്രാൻസ്മിറ്ററിനെയും റിസീവറിനെയും നമ്മൾ കളക്റ്റീവായിട്ട് പറയുന്ന പേരെന്താ മക്കളെ? റിപ്പീറ്റർ എന്നാണ്. ഓക്കെ അല്ലേ? ഇത്രയുമാണ് നമ്മൾ ഇവിടെ പഠിക്കേണ്ട ബേസിക് ടേംസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ മക്കളെ, അടുത്ത നമ്മൾ പഠിക്കുന്ന ടൈമാണ് മോഡുലേഷൻ. മക്കളെ, മോഡുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലതരം സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയാം മക്കളെ. നമ്മളൊരു ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് അല്ലേ, നമ്മൾ വാട്സപ്പിൽ ഒരു ഹായ് മെസ്സേജ് ഇടുകയാണ്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഓഡിയോ ക്ലിപ്പ് അയക്കുകയാണ്. ഇതൊക്കെ എന്ന് പറയുന്നത് ലോ ഫ്രീക്വൻസി മെസ്സേജസ് ആണ് അല്ലേ. ഈ വീഡിയോ മെസ്സേജുകളൊക്കെ എന്താണ്? ലോ ഫ്രീക്വൻസി. ലോ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നമ്മളൊരു ജസ്റ്റ് ഒരു ഓഡിയോ ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓഡിയോ ഒക്കെ സെൻഡ് ചെയ്യാൻ നമുക്ക് എത്ര ഫ്രീക്വൻസി ആവശ്യമാണ് മക്കളെ? ഒരു 20 kHz ഒക്കെ മതി. പറഞ്ഞ മനസ്സിലായോ? ഒരു സിമ്പിൾ ഒരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ നമുക്ക് എത്ര ഹെഡ്സ് ഫ്രീക്വൻസി വേണം? 2 MHz. ഇതൊക്കെ നമ്മൾ എന്താ പറയുക മക്കളെ? ലോ ഫ്രീക്വൻസീസ് എന്നാ പറയാ അല്ലെ. അപ്പോ സിഗ്നൽസ് എന്തുണ്ട്? പല വിധമുണ്ട് അല്ലെ. ലോ ഫ്രീക്വൻസി ഉണ്ടാവും അല്ലെ, മീഡിയം ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽസ് ഉണ്ട്, ഹൈ ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽസ് ഉണ്ട് അല്ലെ. അപ്പോ നമ്മൾ ഈ സിഗ്നൽസ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം അതേ ആംബിയൻസിൽ അപ്പുറത്ത് തന്നെ പോകണം. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്. നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് ഒരു ഹലോ പറയുകയാണ് അല്ലെ, വളരെ പതുക്കെ ഞാനൊരു ഹലോ പറയുകയാണ്. അപ്പോ ഈ ഹലോ എന്ന് പറയുന്നത് അങ്ങ് റിസീവിംഗ് എൻഡിൽ അല്ലെ, നിങ്ങളെ വാക്കുകൾ കേൾക്കാനിരിക്കുന്ന റിസീവിംഗ് എൻഡിൽ അതേ ആംബിയൻസിൽ അല്ലെ, അതേ ഫ്രീക്വൻസിയിൽ ആ സൗണ്ട് എന്ത് ചെയ്യണം? നമ്മുടെ ചെവിയിലെത്തണം അല്ലേ മക്കളെ. ഞാനിവിടുന്ന് ജസ്റ്റ് ഒരു ഹലോ പറയുകയാണ്, അത് എന്ത് ചെയ്യണം? ആ റിസീവിംഗ് എൻഡിൽ അതേ ആംബിയൻസിൽ എന്ത് ചെയ്യണം? ചെവിയിലെത്തണം. മനസ്സിലായോ മക്കളെ? അപ്പോ നമ്മൾ ലോ ഫ്രീക്വൻസി സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്താലും യെസ്, ഹൈ ഫ്രീക്വൻസി സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്താലും എന്തില്ല? അത് കുഴപ്പം കൂടാതെ അങ്ങ് എത്തണം. പറഞ്ഞ മനസ്സിലായോ? പക്ഷേ നമ്മൾ ഹൈ ഫ്രീക്വൻസി സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്താൽ അവിടെ ഒരു പ്രോബ്ലംസും ഇല്ല. എന്ത് ചെയ്യും? റിസീവിംഗ് എൻഡിൽ നമുക്ക് ഈസിലി കളക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ലോ ഫ്രീക്വൻസി സിഗ്നൽസ് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ? ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും മക്കളെ? ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ സിഗ്നൽ ലോസ് ഉണ്ടാവും. സിഗ്നലിന്റെ സ്ട്രെങ്ത് ലോസ് ചെയ്യും. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വരും, എന്തുകൊണ്ടാണ് സാറേ ഹൈ ഫ്രീക്വൻസി നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോ ഫ്രീക്വൻസി ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നത്? അതിനെ പറ്റിയാണ് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോ ലോ ഫ്രീക്വൻസി ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നുണ്ട്? സ്ട്രെങ്ത്തിന് ലോസ് ഉണ്ടാവുന്നുണ്ട്. അതിനെ നമ്മൾ അറ്റൻവേഷൻ എന്ന് പറയും. നോട്ട് ദ പോയിന്റ്, അറ്റൻവേഷൻ. സോ വാട്ട് ഈസ് അറ്റൻവേഷൻ? യെസ്, ഒരു ലോ ഫ്രീക്വൻസി സിഗ്നൽ നിങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ
ആ സിഗ്നലിന്റെ സ്ട്രെങ്ത് ലോസ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, അല്ലെങ്കിൽ ആ ലോസ് ഓഫ് സ്ട്രെങ്ത് ഓഫ് സിഗ്നലിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, അറ്റന്വേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ മക്കളെ? ഇനി നമ്മൾ എന്തിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മോഡുലേഷനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ലോ ഫ്രീക്വൻസി സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യണം. നമുക്ക് എന്താണ് ഒരു ലോ ഫ്രീക്വൻസിയെ ട്രാൻസ്മിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ലോ ഫ്രീക്വൻസി സിഗ്നലിനെ ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വരും, ഹൈ ഫ്രീക്വൻസി സാറേ ഒരു കുഴപ്പമില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാന്ന് പറയാം മക്കളെ. ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം, നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്തോ. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു ലോ ഫ്രീക്വൻസി മെസ്സേജ്, ഒരു എക്സാമ്പിൾ പറയാം. ലോ ഫ്രീക്വൻസിക്ക് നമ്മൾ ഓഡിയോ ക്ലിപ്പ് അല്ലെങ്കിൽ നമ്മുടെ സിമ്പിളി ഒരു ഹായ് മെസ്സേജ്, ഹൗ ആർ യു, ഇതെല്ലാം എന്താണ്, സിമ്പിൾ ലോ ഫ്രീക്വൻസി മെസ്സേജസ് ആണ്. പറഞ്ഞ മനസ്സിലായ മക്കളെ? അപ്പോൾ ഒരു ലോ ഫ്രീക്വൻസി മെസ്സേജിനെ ഞാൻ എന്ത് ചെയ്യുക, ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഞാൻ ഈ ലോ ഫ്രീക്വൻസി മെസ്സേജിന്റെ കൂടെ, അപ്പൊ എനിക്കൊരു ലോ ഫ്രീക്വൻസി ട്രാൻസ്മിറ്റ് ചെയ്യണേ. അപ്പൊ ലോ ഫ്രീക്വൻസി ട്രാൻസ്മിറ്റ് ചെയ്താൽ അവിടെ എന്തുണ്ടാവും, സിഗ്നൽ സ്ട്രെങ്ത്തിന് ലോസ് ഉണ്ടാവത്തില്ലേ? അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്ന മക്കളെ, അറ്റന്വേഷൻ എന്ന് വിളിക്കും. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ ഈ ലോ ഫ്രീക്വൻസി സിഗ്നലിനെ ഒരു ലോസും ഇല്ലാതെ എനിക്ക് എവിടെ എത്തിക്കണം, റിസീവിംഗ് എൻഡിൽ എത്തിക്കണം. പറഞ്ഞു മനസ്സിലായോ? അതിനായിട്ട് ഈ ലോ ഫ്രീക്വൻസിയുടെ കൂടെ ഞാനൊരു കരിയർ സിഗ്നലിനെ ഞാൻ എന്ത് ചെയ്യുക, മിക്സ് ചെയ്യാൻ പോവാം. പറഞ്ഞു മനസ്സിലായോ? ഈ കരിയർ സിഗ്നലിന്റെ നേച്ചർ എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി ആയിരിക്കും. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ നോക്കുക, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യിക്കുമ്പോൾ ഇതിന്റെ മിക്സഡ് എഫക്ട് എന്തായിരിക്കും മക്കളെ? ഹൈ ഫ്രീക്വൻസി അല്ലേ? അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു ഹൈ ഫ്രീക്വൻസി ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്ന് അല്ലേ? അപ്പൊ ഹൈ ഫ്രീക്വൻസിക്ക് ഒരു പ്രശ്നവും ഇല്ലല്ലോ പോകുന്നതിൽ. അപ്പൊ ഇതിന്റെ മിക്സഡ് എഫക്ട് എന്താവും, ഹൈ ഫ്രീക്വൻസി അല്ലേ? ആണല്ലോ. അപ്പോ നമ്മുടെ കയ്യിലുള്ള ലോ ഫ്രീക്വൻസി സിഗ്നൽ, ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് മെസ്സേജ് സിഗ്നൽ എന്ന് വിളിക്കുന്നതിനെ. ഓക്കെ, ലോ ഫ്രീക്വൻസി നമുക്ക് എന്ത് പറയാം, ജസ്റ്റ് ഒരു മെസ്സേജ് എന്ന് പറയാം. അല്ലെങ്കിൽ ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് മോഡുലേറ്റിംഗ് സിഗ്നൽ. നോട്ട് ഇറ്റ് മക്കളെ, മോഡുലേറ്റിംഗ് സിഗ്നൽസ്. ഓക്കെ, അപ്പോ നമ്മുടെ കയ്യിലുള്ള ലോ ഫ്രീക്വൻസി സിഗ്നലിനെ കരിയറുമായിട്ട് മിക്സപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മക്കളെ എന്ത് പറയുന്നത്, മോഡുലേഷൻ എന്ന് പറയും. ഓക്കെ അല്ലേ? വളരെ മനോഹരമായ ഒരു പ്രോസസ്സാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലോ ഫ്രീക്വൻസി സിഗ്നൽസ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു മക്കളെ? ഒരിക്കലുമില്ല. അപ്പൊ ലോ ഫ്രീക്വൻസി സിഗ്നൽസിന് നമുക്ക് ഡയറക്റ്റ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ അതിന് എന്തുകൂടെ മിക്സ് ചെയ്യുന്ന മക്കളെ, ഒരു കരിയർ സിഗ്നലിന്റെ ഫ്രീക്വൻസി എത്തിയാണ് ഹൈ ഫ്രീക്വൻസി. ഓക്കെ, ഈ മിക്സപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, മോഡുലേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ഇത് മിക്സപ്പ് ചെയ്യുന്ന കിട്ടുന്ന വേവിനെ നമ്മൾ മോഡുലേറ്റഡ് വേവ് എന്നാണ് വിളിക്കുന്നത്. നോട്ട് ദ പോയിന്റ്, മോഡുലേറ്റഡ് വേവ്. ഓക്കെ അല്ലേ? അപ്പൊ മോഡുലേഷൻ ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതാണ് മോഡുലേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ മനസ്സിലൊരു സംശയം വരും, സാറേ ഈ മോഡുലേഷനുമായിട്ട് സാധനം അങ്ങ് പോയി കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ ഇത് രണ്ടും കൂടെ അല്ലേ പോകുന്നത്? അതായത് നമ്മളിവിടെ ട്രാൻസ്മിറ്റിംഗ് ഉണ്ട്, ഇവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഇവിടുന്ന് എന്താ മോഡുലേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ എന്താ, നമ്മുടെ കയ്യിൽ എന്തുകൊണ്ട് മെസ്സേജും ഉണ്ട്, കരിയറും ഉണ്ട്. ഇവനെ രണ്ടിനെയും കൂടെ ചേർത്ത് പിടിച്ചു നിർത്തിയാണ് നമ്മൾ എങ്ങോട്ട് വിടുന്നത്, റിസീവിംഗിലോട്ട് വിടുന്നത്. അവിടെ എത്തുമ്പോൾ എന്ത്, ഇവൻ രണ്ടുപേരും കൂടെ എത്തിയിട്ട് അവിടെ വെച്ച് ഇവന്മാർ എന്ത് ചെയ്യും, അങ്ങ് വേർപിരിക്കും. ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ, ഇത് ഓർത്ത് വയ്ക്കാൻ. നമ്മൾ സ്കൂളിൽ പോകുന്ന അല്ലേ, നമ്മുടെ സ്കൂളിൽ പോകുന്ന ബസ്സിലായിരിക്കത്തില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടിയിലായിരിക്കില്ലേ? ആണ്. അപ്പം നമ്മൾ രാവിലെ എണീച്ചു അല്ലെ, നമ്മുടെ സ്കൂളിൽ നിന്നും നമ്മുടെ വീട് ഒരു 10 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടെന്ന് വെച്ചു. അപ്പോൾ രാവിലെ എന്ത് ചെയ്യുക, ഇപ്പം ഞാൻ രാവിലെ നിങ്ങൾ രാവിലെ ഇപ്പോൾ സ്കൂളിൽ പോകാൻ വേണ്ടി എണീച്ചു അല്ലെ, രാവിലെ എണീച്ചു കുളിച്ചൊരുങ്ങി വൃത്തിയായിട്ട് നിങ്ങൾ നടന്ന് 10 കിലോമീറ്റർ നടന്ന് നിങ്ങൾ സ്കൂളിൽ പോയാൽ നിങ്ങൾ ക്ഷീണിക്കില്ലേ മക്കളെ? നിങ്ങൾ വളരെയധികം ക്ഷീണിക്കില്ലേ? നിങ്ങൾക്ക് ക്ലാസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമോ മക്കളെ? ഒരിക്കലുമില്ല. അതിനുപകരം നിങ്ങൾ എന്താ ചെയ്യാറ്, സ്കൂളിൽ പോകാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും, വീടിന്റെ മുമ്പിൽ കുറച്ച് ദൂരം ഇറങ്ങി നിൽക്കും. അപ്പൊ ഒരു ബസ് വരും, ആണല്ലോ, നമ്മൾ ബസ്സിൽ കയറിയിരിക്കും. ബസ് നമ്മൾ നേരെ എവിടെ കൊണ്ടിറക്കും, സ്കൂളിന്റെ ഫ്രണ്ടിലെത്തിയിട്ട് ബസ് നമ്മളെ അങ്ങ് ഇറക്കി വിട്ടിട്ട് ബസ് അങ്ങ് തിരിച്ചു പോകത്തില്ലേ? ഈ ഒരു കാര്യം ആലോചിച്ചാൽ മതി, എന്ത് പ്രോസസ്സാ മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ. നമ്മളാണ് സ്റ്റുഡന്റ്, നമ്മളെന്ന് പറയുന്നത് ഒരു ലോ ഫ്രീക്വൻസി മെസ്സേജ് ആണ്. പറഞ്ഞ മനസ്സിലായോ? അങ്ങനെ ഈ നമ്മൾ ഡയറക്റ്റ് ട്രാൻസ്മിറ്റ് ചെയ്താൽ എന്ന് വെച്ചാൽ നമ്മൾ നേരിട്ട് നടന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ ക്ഷീണിക്കും അല്ലെ, നമ്മുടെ സ്ട്രെങ്ത് പോകത്തില്ലേ, സിഗ്നൽ സ്ട്രെങ്ത് പോകും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്, ഒരു ബസ്സിനകത്തോട്ട് കയറുന്നു അല്ലെ, ബസ്സിനെ എന്തായിട്ട് സങ്കല്പിക്കുക, ഒരു കരിയർ, ഒരു ഹൈ ഫ്രീക്വൻസി കരിയർ. ഓക്കെ അല്ലേ? അപ്പൊ ബസ്സിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ എഫക്ട് എന്താ, ഹൈ ഫ്രീക്വൻസി ആണല്ലോ. എന്നിട്ട് നേരെ നമ്മൾ എവിടെ എത്തുക, സ്കൂളിലെത്തുക. സ്കൂൾ എന്താണ് മക്കളെ, റിസീവിംഗ് എൻഡ് ആണ്. ഇനി സ്കൂളിലെത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ബസ്സിനെയും കൂടി എടുത്തോണ്ടാണോ നമ്മൾ സ്കൂളിനകത്തോട്ട് കയറുന്നത്? അല്ല മക്കളെ, എന്താ ചെയ്യാറ്, ബസ്സിനെ അതിന്റെ പാട്ടിന് പറഞ്ഞേക്കും, നമ്മളല്ലേ കയറുന്നത്. അപ്പൊ അവിടെ എത്തുമ്പോൾ എന്തായി, നമ്മുടെ ലോ ഫ്രീക്വൻസിയും കരിയറോട് എന്ത് ചെയ്യുന്നുണ്ട്, റിമൂവ് ചെയ്യുന്നുണ്ട് അല്ലെ. എന്നിട്ട് മെസ്സേജ് മാത്രം എവിടെ എത്തിക്കുന്നു, സ്കൂളിലെത്തുന്നില്ലേ എന്ന് പറഞ്ഞ മെസ്സേജ് മാത്രം നമ്മൾ കയറി കിട്ടുന്നില്ലേ? ആണല്ലോ. ആ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡീമോഡുലേഷൻ എന്ന് പറയുന്നത്.
ഓക്കെ, സാർ പറഞ്ഞത് മനസ്സിലായോ മക്കളെ? അപ്പൊ കമ്മ്യൂണിക്കേഷനിൽ സാർ പറഞ്ഞത് മനസ്സിലായോ? ക്ലിയർ? അപ്പൊ ഡീമോഡുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഒരു ഹൈ ഫ്രീക്വൻസി കരിയറിനെയും ലോ ഫ്രീക്വൻസി മെസ്സേജിനെയും കൂടെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡീമോഡുലേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് മെയിൻലി നടക്കുന്ന പ്രോസസ്സ്. എങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഒരു സംശയം ഇപ്പോഴും നിൽക്കും. സാറങ്ങ് പറയുകയാണ് ലോ ഫ്രീക്വൻസി ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അങ്ങ് സ്ട്രെങ്ത് പോകും, ഹൈ ഫ്രീക്വൻസി ആണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലാന്ന്. അപ്പൊ നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തിനെ പറ്റിയ മക്കളെ? എന്തുകൊണ്ട് ലോ ഫ്രീക്വൻസിക്ക് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഹൈ ഫ്രീക്വൻസിക്ക് അവിടെ പ്രോബ്ലംസ് ഇല്ല. റെഡി അല്ലേ മക്കളെ? നിങ്ങൾ റെഡി അല്ലേ പഠിക്കാൻ? ഓക്കെ അല്ലേ മക്കളെ? നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് മോഡുലേഷൻ ആൻഡ് നെസസിറ്റീസ്. അതായത് നമ്മൾ എന്തിനാണ് മോഡുലേഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ലോ ഫ്രീക്വൻസി ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു പറയുന്നു അല്ലേ? അത് എന്തുകൊണ്ട് ഉണ്ടാവുന്നതിനെ പറ്റി നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മക്കളെ. നോക്കുക, ഫസ്റ്റ് നെസസിറ്റി എന്ന് പറയുന്നത് പവർ ഓഫ് ട്രാൻസ്മിഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് വേവ് ലെങ്ത് ആണ്. നിങ്ങളൊന്ന് എഴുതി വെക്കുക മക്കളെ. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ, വീഡിയോ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണുക. പവർ ഓഫ് ട്രാൻസ്മിഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മക്കളെ സ്ക്വയർ ഓഫ് വേവ് ലെങ്ത് ആണ്. ഓക്കെ അല്ലേ? ഒന്ന് ശ്രദ്ധിച്ചേ. നമുക്കറിയാം ഫ്രീക്വൻസിയും വേവ് ലെങ്ത് ന്യൂ ഇസ് ഈക്വൽ ടു നമ്മൾ എന്താ പറയാറ്? സി ബൈ ലാംഡ അല്ലെ? ഫ്രീക്വൻസിയും വേവ് ലെങ്തും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ന്യൂ ഇസ് ഈക്വൽ ടു സി ബൈ ലാംഡ. അതായത് ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താ മക്കളെ? ന്യൂ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത് അല്ലേ? അപ്പൊ നോക്കൂ മക്കളെ, ലാംഡ കൂടുകയാണെങ്കിൽ എന്ത് കുറയും? ഫ്രീക്വൻസി കുറയും. ലാംഡ കുറയുകയാണെങ്കിൽ എന്ത് കൂടും? ഫ്രീക്വൻസി കൂടും ആണല്ലോ. അപ്പോ പവർ ഓഫ് ട്രാൻസ്മിഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് വേവ് ലെങ്ത് അല്ലേ? എന്താ പവർ ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ? ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവർ സ്ക്വയർ ഓഫ് വേവ് ലെങ്ത്തിന് എന്താന്ന് പറയുന്നത് മക്കളെ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നു. മക്കളെ ഒന്ന് നോക്കിക്കോ. നമ്മുടെ ലോ ഫ്രീക്വൻസി, നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ എന്താണ്? ലോ ഫ്രീക്വൻസി അല്ലെ? ഫ്രീക്വൻസി ലോ ആണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ഈ ക്വസ്റ്റനിൽ ഫ്രീക്വൻസി ലോ ആണെങ്കിൽ എന്ത് കൂടുതലായിരിക്കും മക്കളെ? ലാംഡ കൂടുതലായിരിക്കത്തില്ലേ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ? അപ്പൊ നോക്ക്, ലാംഡ കൂടിക്കഴിഞ്ഞാൽ പവർ ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് വേവ് ലെങ്ത് അല്ലേ? അപ്പൊ എന്ത് കൂടും? ലാംഡ കൂടിക്കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ കൂടത്തില്ലേ? കൂടുമല്ലോ. അപ്പൊ എന്ത് കുറയും? അതിനനുസരിച്ച് പവർ ഓഫ് ട്രാൻസ്മിഷൻ കുറയത്തില്ലേ? ആണല്ലോ, പവർ ഓഫ് ട്രാൻസ്മിഷൻ കുറയത്തില്ലേ? ഇതാണ് ഒരു റീസൺ. പറഞ്ഞു മനസ്സിലായോ? ഒന്ന് ശ്രദ്ധിക്കുക. ലോ ഫ്രീക്വൻസി ആണെങ്കിൽ എന്ത് ഹൈ ആയിരിക്കും മക്കളെ? വേവ് ലെങ്ത് ഹൈ ആയിരിക്കും. നമുക്കറിയാം പവർ ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് വേവ് ലെങ്ത് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ എന്ത് കൂടും? വേവ് ലെങ്ത് കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടും? ഡിനോമിനേറ്റർ കൂടും. അപ്പൊ എന്ത് ചെയ്യും? ട്രാൻസ്മിറ്റഡ് പവർ എന്ത് ചെയ്യും? കുറയും. പറഞ്ഞു മനസ്സിലായി? ഇതാണ് ഫസ്റ്റ് റീസൺ. ക്ലിയർ ആണോ? അപ്പോഴത്തേക്ക് ഹൈ ഫ്രീക്വൻസി ആയിരുന്നെങ്കിലോ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഫ്രീക്വൻസി ഹൈ ആയി അല്ലെ? ഫ്രീക്വൻസി ഹൈ ആവുമ്പോൾ ലാംഡ എന്ത് ചെയ്യും? കുറയും അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ ഡിനോമിനേറ്റർ കുറയും. അപ്പൊ എന്ത് കൂടും മക്കളെ? പവർ കൂടും. തിരിച്ചു മനസ്സിലായല്ലോ? ഇതുകൊണ്ടാണ് ഒന്നാമത്തെ റീസൺ. അതായത് ഹൈ ഫ്രീക്വൻസി ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, ലോ ഫ്രീക്വൻസി ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവുന്നുണ്ട്? ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതിന്റെ ഒന്നാമത്തെ റീസൺ ആണിത്. ക്ലിയർ ആയല്ലോ മക്കളെ? ഇത് സെറ്റ് അല്ലേ? ഓക്കെ ആണോ? ഫസ്റ്റ് റീസൺ. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് മക്കളെ ഒന്ന് ശ്രദ്ധിച്ചേ. അതായത് നമ്മുടെ സ്റ്റാർട്ടിംഗ് എൻഡ് ഇത് നമ്മൾ ഇവിടുന്ന് ഒരു എന്താണ് സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യാം. ഇത് നമ്മുടെ റിസീവിംഗ് എൻഡ് ആണെന്ന് വിചാരിക്കുക. എന്താണ്? റിസീവിംഗ് എൻഡ് അല്ലെ? റിസീവിംഗ് എൻഡിൽ ഒരു ആന്റിന ഉണ്ടാവുമല്ലോ, ആണല്ലോ? റിസീവിംഗ് ആന്റിന നമുക്ക് വിളിക്കാമല്ലോ. ഓക്കെ, റിസീവിംഗ് ആന്റിന. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു സിഗ്നൽ അങ്ങോട്ട് കൊടുത്താൽ അവിടെ എന്ത് ചെയ്യും? റിസീവ് ചെയ്യും ആണല്ലോ. ഇനി നമ്മളൊരു ഏത് സിഗ്നൽ ഇവിടുന്ന് അയച്ചാലും, നമ്മൾ ഇവിടുന്ന് ഏത് സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്താലും ആ റിസീവിംഗ് സെക്ഷനിലുള്ള ലിസൺ ടു ദാറ്റ് പോയിന്റ്, അതായത് നമ്മൾ ഇവിടുന്ന് ഏത് സിഗ്നൽസ് അയച്ചാലും അവിടെ റിസീവിംഗ് എൻഡിലുള്ള ആന്റിനയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് വരുന്ന സിഗ്നലിന്റെ വേവ് ലെങ്ത്തിന്റെ എന്തായിരിക്കും? 1/4 ആയിരിക്കും. ദാറ്റ് ഈസ് L is equal to എന്തായിരിക്കും? λ/4 എന്ന് പറഞ്ഞാൽ ഈ ആന്റിനയുടെ ഹൈറ്റ് എന്തായിരിക്കണം? λ/4 ആയിരിക്കണം മിനിമം. ഓക്കെ അല്ലേ? എന്ന് പറഞ്ഞാൽ മക്കളെ നമ്മളൊരു സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്തു, അത് റിസീവിംഗ് എൻഡിൽ റിസീവ് ചെയ്യണമെങ്കിൽ റിസീവിംഗ് എൻഡിൽ നമ്മൾ വെക്കുന്ന ആന്റിനയുടെ ഹൈറ്റ് വരുന്ന സിഗ്നലിന് ഒരു വേവ് ലെങ്ത് ഉണ്ടാകും, ഒരു ഫ്രീക്വൻസി ഉണ്ടാകും.
അപ്പോൾ വരുന്ന സിഗ്നലിന്റെ വേവ് ലെങ്ത്തിന്റെ 1/4 ആയിരിക്കണം മിനിമം അതിന്റെ ലെങ്ത്. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഇത് എന്തുകൊണ്ടാണ് നമുക്ക് ലോ ഫ്രീക്വൻസിക്ക് അത് പ്രശ്നം ഉണ്ടാക്കുന്നത് ഒന്ന് നോക്കാമല്ലോ. ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം മക്കളെ, ഒന്ന് ശ്രദ്ധിച്ചേ. അതായത് നമ്മളൊരു 1 കിലോ ഹെഡ്സ് ഫ്രീക്വൻസിയുള്ള, എത്ര കിലോ ഹെഡ്സ് ആണ്? 1 കിലോ ഹെഡ്സ്. നിങ്ങൾ ആലോചിക്കണം, കിലോ ഹെഡ്സ് എന്ന് പറയുന്നത് ഒരു എന്താണ്, ഒരു ലോ ഫ്രീക്വൻസി വേവ് ആണ്. 1 കിലോ ഹെഡ്സ് ഫ്രീക്വൻസി ഉള്ള ഒരു വേവ് ഞാൻ എന്ത് ചെയ്യണം? ട്രാൻസ്മിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ റിസീവിങ് എൻഡിൽ അത് റിസീവ് ചെയ്യണമല്ലോ. അപ്പോൾ റിസീവ് ചെയ്യുന്ന ആൻറ്റിനയ്ക്ക് ഒരു ഹൈറ്റ് ഉണ്ടാവുമല്ലോ. ആ ഹൈറ്റ് എന്ന് പറയുന്നത് വരുന്ന വേവിന്റെ അല്ലെങ്കിൽ വരുന്ന സിഗ്നലിന്റെ വേവ് ലെങ്ത്തിന്റെ എത്രയായിരിക്കണം? മിനിമം എത്രയെങ്കിലും വേണം? മിനിമം 1/4 എങ്കിലും വേണം. നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ മക്കൾ. നമുക്ക് 1 കിലോ ഹെഡ്സ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ന്യൂ ഇസ് ഈക്വൽ ടു നമ്മൾ എന്തെന്ന് പഠിച്ചു? C/λ എന്ന് പഠിച്ചു. ഓക്കെ, ഇവിടെ നമുക്ക് ലാംഡ കണ്ടുപിടിച്ചൂടെ? ലാംഡ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം മക്കളെ? C/ν എന്ന് പറയാം. നോക്കുക, ന്യൂ ഇസ് ഈക്വൽ ടു C/λ. അവിടുന്ന് ലാംഡ ഇസ് ഈക്വൽ ടു C/ν. Okay, listen here. What is the value of C? Velocity of light in vacuum. That is 3 into 10 raised to 8 divided by what is the value of frequency? That is 1 kilohertz. അതിന് നമ്മൾ എന്തിലോട്ട് മാറ്റണം? ഹെഡ്സിലോട്ട് മാറ്റണം. That is 1 into 10 raised to 3 hertz. മനസ്സിലായോ? ഇങ്ങോട്ട് നോക്കി. ഇനി 3 into 10 raised to 8 divided by ഫ്രീക്വൻസിക്ക് പകരം ഞാൻ എന്ത് കൊടുക്കണം? 1 into 10 raised to 3 എന്ന് കൊടുത്തു. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് നമുക്ക് ലാംഡ എത്ര വന്നു? ലാംഡ ഇസ് ഈക്വൽ ടു ഒരു 5 പോയി, ഇവിടെ എന്താ 5 ആവത്തില്ലേ? കട്ട് ചെയ്യാമല്ലോ. ദാറ്റ് ഈസ് ലാംഡ ഇസ് ഈക്വൽ ടു എത്ര വന്നു? 3 into 10 raised to 5 എന്ന് വന്നു. അതേ, ഇപ്പം ലാംഡ കിട്ടിയല്ലോ നമുക്ക്. അപ്പോൾ നമ്മൾ എന്താ ഇപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത്? നമ്മൾ ഇവിടുന്ന് ഒരു 1 കിലോ ഹെഡ്സ് ഫ്രീക്വൻസി ഉള്ള ഒരു സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ സിഗ്നൽ നമുക്ക് റിസീവിംഗ് എൻഡിൽ കളക്ട് ചെയ്യണം. ആ റിസീവിംഗ് എൻഡിൽ കളക്ട് ചെയ്യുന്ന ആന്റിനയുടെ മിനിമം ഹൈറ്റ് എത്ര വേണമെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. മനസ്സിലായി? സംശയമുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് റിപ്പീറ്റ് അടിച്ച് നോക്കുക. ഓക്കെ, നമുക്ക് ആന്റിനയുടെ ഹൈറ്റ് കണ്ടുപിടിക്കണ്ടേ? അതായത് 1 കിലോ ഹെഡ്സ് ഫ്രീക്വൻസി ഇവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്തു. അപ്പോൾ റിസീവിംഗ് എൻഡിൽ അത് കളക്ട് ചെയ്യുന്ന ആന്റിനയുടെ ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? മിനിമം ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? മക്കളെ നമുക്ക് എന്താ ഫോർമുല? ദാറ്റ് ഈസ് L is equal to λ/4. ഓക്കെ, അപ്പൊ ലാംഡയ്ക്ക് പകരം ഞാൻ എന്ത് കൊടുത്തു മക്കളെ? ദാറ്റ് ഈസ് 3 into 10 raised to 8 ഡിവൈഡഡ് ബൈ എന്ത് കൊടുക്കാം? നമുക്ക് 4 എന്ന് കൊടുക്കാം. ഓക്കെ അല്ലേ മക്കളെ? ദാറ്റ് ഈസ് 3/4 അല്ലേ? എന്താ 3/4? ദാറ്റ് ഈസ് 0.75 ഇൻറ്റു എന്ത് വരും? 10 raised to 8 എന്ന് വരും. ഓക്കെ അല്ലേ? ക്ലിയർ ആണേ? ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ ഒന്നും കൂടെ നോക്കി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 3 into 10 raised to 5 ആണേ. 3 into 10 raised to 5 ആണേ. അപ്പൊ എന്ത് വരും? 0.75 ഇൻറ്റു എന്ത് വരും? 10 raised to 5 എന്ന് വരും. That is equal to that is 75 into എന്തെന്ന് എഴുതാം? നമുക്ക് 10 raised to 3 എന്ന് എഴുതാം. അപ്പോൾ അത്രയും മീറ്റർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 75 into 10 raised to മീറ്റർ എന്ന് പറഞ്ഞാൽ 75,000 മീറ്റർ. എത്ര കിലോമീറ്റർ വരും മക്കളെ? 75 കിലോമീറ്റർ അല്ലേ? അപ്പോൾ അവിടെ വരുന്ന ആന്റിയുടെ ഹൈറ്റ് എത്രയായിരിക്കണം മക്കളെ? 75 കിലോമീറ്റർ ആയിരിക്കണം. മനസ്സിലായോ? ഇത്രയും വലിപ്പമുള്ള ആന്റിനെ കൺസ്ട്രക്ട് ചെയ്യാൻ നമുക്ക് പോസിബിൾ ആവുന്നോടെ? അല്ലല്ലോ, ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ നോക്കുക, ഇത്രയും വലിയ ഹൈറ്റുള്ള ആന്റിന അവിടെ ഉണ്ടാക്കേണ്ടി വരത്തില്ലേ? അപ്പോൾ കണ്ടോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ലോ ഫ്രീക്വൻസി സിഗ്നൽ ഇവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്താൽ റിസീവിംഗ് എൻഡിലെ ആന്റിനയുടെ ഹൈറ്റ് എന്ത് ചെയ്യും? വളരെ 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 കൂടി വരും. മനസ്സിലായോ? അത് പറ്റൂടെ? ഇല്ല. പറഞ്ഞു മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലോ ഫ്രീക്വൻസിയുടെ കൂടെ എന്ത് മിക്സ് ചെയ്യുന്നത്? ഹൈ ഫ്രീക്വൻസി കാരിയർ മിക്സ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഈ സ്റ്റെപ്പ് ഒന്നുകൂടെ നോക്കുക. ദാറ്റ് ഈസ് L is equal to 0.75 into 10 raised to 5. ഓക്കെ, നോക്കുക, ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ദാറ്റ് ഈസ് 75 into നോക്കുക 10 ക്യൂബ് എന്ന് എഴുതി. സംശയം ഉണ്ടോ ഇതിനകത്ത്? അതായത് നോക്കുക, ഈ 10 raised to 5 നിന്ന് നമ്മൾ നോക്കുക 0.75 into 10 raised to 5 എന്നൊരു 10 സ്ക്വയർ into 10 raised to 3 എന്ന് എഴുതി. ക്ലിയർ അല്ലേ? നോക്കുക, 10 raised to 5 നമുക്ക് എന്ത് എഴുതാം? 10 സ്ക്വയർ into 10 raised to 3 എന്ന് എഴുതാം. അപ്പോൾ ഇത് 10 സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് 75 into 10 raised to 3 മീറ്റർ എന്ന് വരും. ദാറ്റ് ഈസ് L is equal to എത്ര വരും മക്കളെ? 75 into 10 raised to 3 മീറ്റർ എന്ന് വരും. ഓക്കെ അല്ലേ? ക്ലിയർ ആവുന്നല്ലോ? അപ്പോൾ രണ്ടാമത്തെ ഓക്കെ അല്ലേ? അപ്പോൾ എന്താ പറയുന്നത്? ലോ ഫ്രീക്വൻസി സിഗ്നൽ നമ്മൾ ഡയറക്റ്റ് ട്രാൻസ്മിറ്റ് ചെയ്താൽ ഒന്നാമത്തെ കാര്യം എന്താവും? പവർ ഓഫ് ട്രാൻസ്മിഷൻ കുറയും. നമ്മൾ പറഞ്ഞില്ലേ, പവർ ഓഫ് ട്രാൻസ്മിഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് വേവ് ലെങ്ത്. രണ്ടാമത്തെ കേസ് നമ്മളെ റിസീവിംഗ് എൻഡിൽ അല്ലെങ്കിൽ നമ്മളൊരു ലോ ഫ്രീക്വൻസി ട്രാൻസ്മിറ്റ് ചെയ്താൽ റിസീവിംഗ് എൻഡിൽ അത് കളക്ട് ചെയ്യുന്ന ആന്റിയുടെ ഹൈറ്റ് എന്ത് ചെയ്യും? വളരെ 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 വലുതായിപ്പോൾ. സോ നമുക്കതിന് എന്ത് ചെയ്യത്തില്ല? നമുക്കത് നോർമലി കൺസ്ട്രക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്.
മനസ്സിലായോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇവിടെ ഹൈ ഫ്രീക്വൻസി ആയിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഫ്രീക്വൻസി ഹൈ ആവുമ്പോൾ നോക്ക്, ഫ്രീക്വൻസി ഹൈ ആകുമ്പോൾ ലാംഡ കുറയത്തില്ല. നോക്ക്, ഇത് രണ്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ? ഫ്രീക്വൻസി മാക്സിമം നല്ല ഹൈ ആകുമ്പോൾ എന്ത് കുറയും? ലാംഡ കുറയും അല്ലേ? ലാംഡ കുറയുന്നതിനനുസരിച്ച് എന്ത് കുറയും? ആന്റിനയുടെ ഹൈറ്റ് കുറയത്തില്ലേ? കൊണ്ട് അപ്പോൾ എന്ത് ആന്റിനയുടെ ഹൈറ്റ് കുറഞ്ഞു വരും. മനസ്സിലായോ? ഇതാണ് ഹൈ ഫ്രീക്വൻസി ട്രാൻസ്മിറ്റ് ചെയ്താൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് പറയാം. മനസ്സിലായോ? ഇനി മക്കളെ മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ ലോ ഫ്രീക്വൻസി സിഗ്നൽസ് ആണെങ്കിൽ, നമ്മുടെ ഓഡിയോ സിഗ്നൽസ് ഒക്കെ പോലെയുള്ള ലോ ഫ്രീക്വൻസി സിഗ്നൽസ് ആണെങ്കിൽ അത് ബാക്കിയുള്ള സിഗ്നലുകൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ ഇവിടുന്ന് പലതരം സിഗ്നൽസ് എന്ത് ചെയ്യും? നമ്മൾ അടുത്തൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ നമ്മുടെ കയ്യിലുള്ള ലോ ഫ്രീക്വൻസി സിഗ്നൽസ് എന്ത് ചെയ്യാനുള്ള, ബാക്കിയുള്ള സിഗ്നൽസുമായിട്ട് മിക്സപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. മനസ്സിലായോ? അപ്പൊ ഈ 3 റീസൺസ് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മോഡുലേഷൻ ചെയ്യുന്നത്. അപ്പൊ ഇതെന്ത് നമ്മൾ പറഞ്ഞ എന്താ കാര്യങ്ങളാണ്? മോഡുലേഷന്റെ ആവശ്യകതകൾ, നെസസിറ്റീസ് ഓഫ് മോഡുലേഷൻ. എന്തിനാണ് മോഡുലേഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ലോ ഫ്രീക്വൻസി ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെ സ്ട്രെങ്ത് ലോസ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസി ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ പ്രോബ്ലംസ് ഒന്നുമില്ലാത്തത്. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ ഈ 3 പോയിന്റ്സ് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് പ്രൊപ്പഗേഷൻ മീഡിയത്തെ ബേസ് ചെയ്ത് നമ്മൾ വേവ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. ഓക്കെ അല്ലേ? ഫോർ എക്സാമ്പിൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് നമ്മുടെ എർത്തിന്റെ ഒരു പാർട്ടാണ്. 2 പേര് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ചിരിക്കുക മക്കളെ. ഓക്കെ, നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരു കുട്ടിയും തമ്മിൽ എന്ത് ചെയ്യാൻ പോവാണ്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഞാൻ ഇതൊന്ന് മായ്ച്ചു കളയാണ്. ഞാനിവിടെ ഒരു ലെയർ കൊടുത്തു, നമ്മുടെ എർത്തിൽ അറ്റ്മോസ്ഫിയറിൽ ഒരു ലെയർ. ഞാൻ ആ ലെയറിനെ അയണോസ്ഫിയർ എന്ന് വിളിച്ചു. കുഴപ്പമില്ലല്ലോ, നിങ്ങൾ പഠിച്ച കാര്യമാണ്, ടെക്സ്റ്റിലുള്ള ഫിഗർ ആണ്. മക്കളെ നോക്കൂ, ഇവിടെ നിൽക്കുന്ന കുട്ടിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും? ഈ എർത്ത് സർഫസിന്, ഇനി ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾ ഓർത്തു വെക്കുക, ഈ എർത്ത് സർഫസിന് കുറച്ചു മുകളിലുള്ള പോർഷനാണ് കമ്മ്യൂണിക്കേഷൻ മീഡിയം അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ മീഡിയം. വാട്ട് യു മീൻ ബൈ പ്രൊപ്പഗേഷൻ? പ്രൊപ്പഗേറ്റ് ചെയ്യുക. ആ പ്രൊപ്പഗേഷൻ മീഡിയം, അതായത് മീഡിയം ഓഫ് പ്രൊപ്പഗേഷൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ എർത്തിന്റെ സർഫസിന് കുറച്ചു മുകളിലുള്ള പോർഷനാണ് പ്രൊപ്പഗേഷൻ മീഡിയമായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ നമുക്ക് എന്ത് വിളിക്കാം മക്കളെ? ഗ്രൗണ്ട് വേവ്, അല്ലെങ്കിൽ ആ വേവ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? ഗ്രൗണ്ട് വേവ്സ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? ഗ്രൗണ്ട് വേവ്സ്. ഓക്കെ, അല്ലെങ്കിൽ ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ എന്ന് പറയാം. സിംപ്ലി ഇറ്റ് ഈസ് കോൾഡ് ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ. ഓക്കെ, സോ വാട്ട് ഡു യു മീൻ ബൈ ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ? എന്താണ് ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ? അതായത് 2 വ്യക്തികൾ തമ്മിൽ, അല്ലെങ്കിൽ 2 സ്ഥലങ്ങളിലുള്ള ആൾക്കാർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിന് എർത്ത് സർഫസിന് കുറച്ച് മുകളിലുള്ള പോർഷനാണ് എന്താണ് പ്രൊപ്പഗേഷൻ മീഡിയമായിട്ട് യൂസ് ചെയ്യുന്നെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം മക്കളെ? ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ എന്ന് പറയാം. ക്ലിയർ ആണേ? ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തത് സ്കൈ വേവ് പ്രൊപ്പഗേഷൻ. അപ്പൊ എന്തായിരിക്കും? പേര് തന്നെ ഉണ്ട്. എന്തായിരിക്കും സ്കൈ വേവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ? ആദ്യം നമ്മൾ എന്താ ഉപയോഗിച്ചത്? എർത്തിന്റെ സർഫസിന് കുറച്ച് മുകളിലുള്ള പോർഷൻ ആണല്ലോ. ഇനി രണ്ടാമത് സ്കൈ വേവില് നമുക്ക് പറയാനുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ നേരെ അറ്റ്മോസ്ഫിയറിൽ ഒരു ലെയറായ എങ്ങോട്ട് വിടുക മക്കളെ? അയണോസ്ഫിയറിലേക്ക് വിടുകയാണ്. പറഞ്ഞു മനസ്സിലായോ? നമുക്ക് പറയാനുള്ള ഇൻഫർമേഷൻസ് നമ്മൾ എങ്ങോട്ട് വിടും? നേരെ അറ്റ്മോസ്ഫിയറിൽ ലെയറായ അയണോസ്ഫിയറിലോട്ട് വിട്ടിട്ട് അവിടുന്ന് റിഫ്ലക്ട് ചെയ്ത് എന്തിലോട്ട് കൊണ്ടുവരും? റിസീവിംഗ് എൻഡിലോട്ട് കൊണ്ടുവരും. ഈ ടൈപ്പ് ഓഫ് പ്രൊപ്പഗേഷനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്കൈ വേവ് പ്രൊപ്പഗേഷൻ എന്ന് പറയാം. ഇറ്റ് ഈസ് ക്ലിയർ ആണല്ലോ. അപ്പൊ ഫ്രീക്വൻസി കുറച്ചുകൂടെ കൂടിയതൊക്കെ നമ്മൾ ഏത് യൂസ് ചെയ്താൽ പോകുന്നത്? സ്കൈ വേവ് പ്രൊപ്പഗേഷൻ യൂസ് ചെയ്താൽ പോകുന്നത്. ക്ലിയർ ആണല്ലോ. അതായത് പ്രൊപ്പഗേഷൻ മീഡിയമായിട്ട്, അല്ലെങ്കിൽ എന്താ നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷൻസ് നമ്മൾ എന്തായിട്ടാ? സിഗ്നൽസ് ആയിട്ടായിരിക്കും നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷൻസ്. എന്താണ്? നേരെ അയണോസ്ഫിയറിൽ ഒരു ലെയർ, അയണോസ്ഫിയറിൽ തട്ടി, അതായത് അറ്റ്മോസ്ഫിയറിൽ ഒരു ലെയറായ അയണോസ്ഫിയറിൽ തട്ടി റിഫ്ലക്ട് ചെയ്ത് നമ്മൾ എന്ത് എൻഡിലെത്തിക്കുന്നു? റിസീവിംഗ് എൻഡ്. ഇതെന്ത് എൻഡാണ്? ട്രാൻസ്മിറ്റിംഗ് എൻഡാണ്. ഇതെന്ത് എൻഡാണ്? റിസീവിംഗ് എൻഡാണ്. So this type of propagation is called sky wave propagation. I hope it is clear. Okay, there is a third one. Okay, very interesting one, that is space wave propagation. Okay, a പേരിൽ തന്നെ ഉണ്ട് മക്കളെ. എന്താ? സ്പേസ് വേവ് കമ്മ്യൂണിക്കേഷൻ അല്ലേ? ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ? ഓക്കെ അല്ലേ? അപ്പൊ എന്തായിരിക്കും മക്കളെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ഞാൻ ഓർഡറിൽ പറഞ്ഞുതരാം. ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? പ്രൊപ്പഗേഷൻ മീഡിയമായിട്ട് എർത്തിന്റെ സർഫസിന് കുറച്ചു മുകളിലുള്ള പോർഷൻ ഉപയോഗിക്കുന്നു. സ്കൈ വേവ് പ്രൊപ്പഗേഷൻ ആയപ്പോൾ എന്താണ്? നമ്മുടെ കയ്യിലുള്ള ഇൻഫോർമേഷൻസ് ട്രാൻസ്മിറ്റിംഗ് എൻഡിൽ നിന്ന് എവിടോട്ട് വിടുക? അയണോസ്ഫിയറിലോട്ട് വിട്ട് അവിടുന്ന് റിഫ്ലക്ട് ചെയ്ത് എവിടെ എത്തിക്കുന്നു? റിസീവിംഗ് എൻഡിൽ എത്തിക്കുന്നു.
സോ വാട്ട് ഈസ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ? യെസ്, നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷൻസ് നമ്മൾ എങ്ങോട്ട് സ്വിച്ച് ചെയ്യുന്നു, എങ്ങോട്ട് വിടുന്നു? സാറ്റലൈറ്റിലോട്ട് വിടുന്നു. നമ്മൾ കേട്ടിട്ടില്ലേ, എന്തിലോട്ട് വിടുകയാണ്? സാറ്റലൈറ്റ്സിലോട്ട് വിടുകയാണ്. അവിടുന്ന് റിഫ്ലക്ട് ചെയ്ത് നമ്മൾ എന്തിലെത്തിക്കുന്നു? റിസീവിംഗ് എൻഡിൽ. കണ്ടിട്ടില്ലേ, നമ്മുടെ കേബിൾ ചാനൽസ് ഒക്കെ ഇല്ലേ, നമ്മുടെ ചാനൽസിലേക്ക് ഡിഷ് ഒക്കെ ഇല്ലേ, ചാനൽസ് അവിടെയൊക്കെ എന്താ ചെയ്യുന്നത്? അതായത് ട്രാൻസ്മിറ്റിംഗ് എൻഡിൽ നിന്ന് എന്ത് ചെയ്യും? അതെന്ത് ചെയ്യും? നേരെ എറിയും അല്ലെ, സാറ്റലൈറ്റിലോട്ട് പോയിട്ട് സാറ്റലൈറ്റിൽ നിന്ന് അത് റിഫ്ലക്ട് ചെയ്താണ് അത് എങ്ങോട്ട് എത്തിക്കുന്നത്? റിസീവിംഗ് എൻഡിൽ എത്തിക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? സോ ആ ടൈപ്പ് ഓഫ് പ്രൊപ്പഗേഷൻ നമ്മൾ എന്ത് പറയാം? സ്പേസ് വേവ് പ്രൊപ്പഗേഷൻ, or it is otherwise called satellite communication. മക്കളെ ഒരു പേരൂടെ പഠിച്ചോ. ഈ സ്പേസ് വേവ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറയും ലൈൻ ഓഫ് സൈറ്റ് പ്രൊപ്പഗേഷൻ, LOS. നോട്ട് ചെയ്ത് വെക്കുക. വാട്ട് ഈസ് LOS? ലൈൻ ഓഫ് സൈറ്റ് പ്രൊപ്പഗേഷൻ. ക്ലിയർ ആണല്ലോ? ലൈൻ ഓഫ് സൈറ്റ് പ്രൊപ്പഗേഷൻ ക്ലിയർ ആണല്ലോ? അപ്പോൾ 3 ടൈപ്പ് ഓഫ് പ്രൊപ്പഗേഷൻസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ പഠിക്കുന്നത്. ഇതൊക്കെയാണ് ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ, സ്കൈ വേവ് പ്രൊപ്പഗേഷൻ ആൻഡ് സ്പേസ് വേവ് പ്രൊപ്പഗേഷൻ. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? ഇനിയാണ് നമ്മൾ ഒരു മെയിൻ ടോപ്പിക്കായ മോഡുലേഷൻ അല്ലേ. നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞു നിർത്തിയതാണ്. എന്താണ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ? അതായത് നമ്മുടെ കയ്യിലുള്ള ലോ ഫ്രീക്വൻസി മെസ്സേജ് സിഗ്നലിനെ ഹൈ ഫ്രീക്വൻസി കരിയർ വേവുമായിട്ട് മിക്സപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? മോഡുലേഷൻ എന്ന് വിളിക്കുന്നത് അല്ലേ? ആണല്ലോ. അപ്പോൾ പല ടൈപ്പ് ഓഫ് മോഡുലേഷൻസ് ഉണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. സോ ഇറ്റ് ഈസ് കോൾഡ് AM. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഇനി നോക്കാം രണ്ടാമത്തത് ഫ്രീക്വൻസി മോഡുലേഷൻ. രണ്ടാമത്തെ എന്താ മക്കളെ? ഫ്രീക്വൻസി മോഡുലേഷൻ. ഓക്കെ അല്ലേ? അടുത്ത മക്കളെ മൂന്നാമത്തെ നോക്കും മക്കളെ, ഫേസ് മോഡുലേഷൻ. എന്താ മക്കളെ? ഫേസ് മോഡുലേഷൻ. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കേണ്ട 3 മോഡുലേഷൻസ്. നമ്മളിതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത് എന്താ മക്കളെ? ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. വളരെ സിമ്പിൾ ആണ്. ഓക്കെ അല്ലേ? സീരീസ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ ലോ ഫ്രീക്വൻസി മെസ്സേജ് സിഗ്നലിനെ ഹൈ ഫ്രീക്വൻസി കരിയർ സിഗ്നലുമായിട്ട് മിക്സപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? മോഡുലേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ ആണല്ലോ? ഇനി എന്താണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ? അതിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത്. അതിന് മുമ്പ് ഞാൻ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന്റെ കാര്യം ഒന്ന് പറഞ്ഞു തരാം. മക്കളെ നോക്ക്, നമ്മുടെ ഈ ഒരു ഫിഗർ നിങ്ങൾ ടെക്സ്റ്റിൽ പഠിക്കുന്നതാണ്. ഞാൻ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയാണ് വരയ്ക്കുന്നത്. ഇതൊരു മെസ്സേജ് സിഗ്നലാണ്. ഓക്കെ അല്ലേ? ഒരു മെസ്സേജ് സിഗ്നലാണ്. അതിന് ഞാൻ എന്തെടുത്തു? MT എന്നെടുത്തു, മെസ്സേജ് ആയതുകൊണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്ക്, ഇത് എന്തുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒരു കരിയർ സിഗ്നലിന്റെ പ്രത്യേകത എന്താ മക്കളെ? പറയൂ. ഹൈ ഫ്രീക്വൻസി. ഓക്കെ, അപ്പൊ ഹൈ ഫ്രീക്വൻസി ഇത് നിങ്ങൾ ടെക്സ്റ്റിൽ വരച്ചിട്ട് ടെക്സ്റ്റ് കിടക്കുന്ന ഫിഗറാണ്. ഓർക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഒരു കരിയർ വേവ്. ഓക്കെ, ഇത് കരിയർ വേവ് ആണ്. ഇതെന്താണ് മക്കളെ? മെസ്സേജ് സിഗ്നൽ ആണ്. അപ്പൊ കരിയർ വേവും ഉണ്ട്, മെസ്സേജും ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേരുന്നു. ഓക്കെ, ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ നമുക്ക് റിസൾട്ടന്റ് കിട്ടുന്ന വേവ്. മക്കളെ ഇന്ന് തന്നെ അല്ലെങ്കിൽ ഈ ചാപ്റ്റർ കേൾക്കുന്ന സമയത്ത് തന്നെ അതിനുശേഷം ഈ ടെക്സ്റ്റ് തുറന്നു വെച്ച് നോക്കുക. എന്താ കിട്ടുന്ന റിസൾട്ടന്റ് വേവ് എന്ന് പറയുന്നത്? മക്കളെ നോക്കുക, ഇതിങ്ങനെയല്ലേ കിട്ടുന്നേ? പഠിച്ചിട്ടില്ലേ നിങ്ങൾ? ഇതെന്ത് വേവ് ആണ്? ഒന്ന് പറയാവോ? ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ്. എന്താണ് മക്കളെ? ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇനിയാണ് നമ്മൾ ഈ ഫിഗറൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചേ ഉള്ളൂ. ഇനി നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഇക്വേഷന്റെ പ്രൂഫിലേക്ക് പോവുകയാണ്. ആ 2 ഇക്വേഷൻ ഞാൻ മെയിൻ ആയിട്ട് പറഞ്ഞു തരാം. ബിക്കോസ് അവിടുന്ന് ഒരു മോഡുലേഷൻ ഇൻഡെക്സ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇനി ആദ്യം എന്താണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് വെച്ചാൽ മക്കളെ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ മെസ്സേജ് ആണ് ആരുമായിട്ട് മിക്സ് ചെയ്യുന്നത്? ഹൈ ഫ്രീക്വൻസി കരിയറുമായിട്ട് മിക്സ് ചെയ്യുന്നത്. അതായത് വരുന്ന മെസ്സേജ് സിഗ്നലിനനുസരിച്ച്, അതായത് രണ്ട് നമ്മുടെ കരിയർ ഇരിപ്പുണ്ട്, മെസ്സേജും ഉണ്ട് അല്ലെ? അപ്പൊ വരുന്ന മെസ്സേജ് സിഗ്നലിനനുസരിച്ച് കരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിലാണ് വേരിയേഷൻ ഉണ്ടാവുന്നതെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് വിളിക്കാം. നോട്ട് ദ പോയിന്റ്. വരുന്ന മെസ്സേജ് സിഗ്നലിനനുസരിച്ച് കരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിന്, പറഞ്ഞ മനസ്സിലായ, കരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിനാണ് മോഡിഫിക്കേഷൻ സംഭവിക്കുന്നത് അല്ലെങ്കിൽ അതാണ് കൂടുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിനെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയാം. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇപ്പൊ ശ്രദ്ധിക്കുക, ഞാൻ എന്താ എഴുതാൻ പോവാ? മെസ്സേജ് സിഗ്നലും എന്താണ് കരിയർ സിഗ്നലും എഴുതാൻ പോവാണ്. ഓക്കെ അല്ലേ? ഒന്ന് ശ്രദ്ധിച്ചേ.
ഓക്കെ മക്കളെ, അപ്പൊ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ വരുന്ന മെസ്സേജ് സിഗ്നലിനനുസരിച്ച് കരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിലാണ് വേരിയേഷൻ ഉണ്ടാവുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആണല്ലോ. അതിനനുസരിച്ച് ഞാൻ പറയാണ് മക്കളെ, അത് ഞാൻ മെസ്സേജ് സിഗ്നൽ എടുത്തു. മെസ്സേജ് സിഗ്നൽ ഞാൻ എം ഓഫ് ടി എന്ന് എടുത്തു. എം ഓഫ് ടി സീക്വൽ ഞാൻ AM സൈൻ ഒമേഗ എം ടി എന്ന് എടുത്തു. കണ്ടോ, ഒരു മെസ്സേജ് സിഗ്നലിന്റെ ഇക്വേഷൻ നിങ്ങൾ ഇതൊക്കെ പഠിച്ചതാണ് ആണല്ലോ. എം ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഒരു മെസ്സേജ് സിഗ്നൽ ആണ്. വട്ട് ഈസ് AM? AM എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ആംപ്ലിറ്റ്യൂഡ് ഓഫ് മെസ്സേജ് സിഗ്നൽ. ആംപ്ലിറ്റ്യൂഡ് ഓഫ് മെസ്സേജ് സിഗ്നൽ. ഓക്കെ അല്ലേ മക്കളെ? ആംപ്ലിറ്റ്യൂഡ് ഓഫ് മെസ്സേജ് സിഗ്നൽ. ആൻഡ് ഒമേഗ എം എന്താ മക്കളെ? ഫ്രീക്വൻസി ഓഫ് എന്താണ്? മെസ്സേജ് സിഗ്നൽ. ഓക്കെ അല്ലേ? ഫ്രീക്വൻസി. ഓക്കെ അല്ലേ? അപ്പൊ എം എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആവുന്നല്ലോ? ഞാൻ അത് എഴുതുന്നില്ല. ഓക്കെ, ഇനി അടുത്തത് കരിയർ സിഗ്നൽ ഞാൻ എഴുതുവാണ്. ദാറ്റ് ഈസ് കരിയർ സിഗ്നൽ, ദാറ്റ് ഈസ് സി ഓഫ് ടി ഈസ് ഈക്വൽ ടു AC സൈൻ ഒമേഗ സി. ഓക്കെ അല്ലേ? ഈ രണ്ട് ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചതാണ്. എം ഓഫ് ടി എന്ന് പറയുന്നത് AM സൈൻ ഒമേഗ എം ടി ആണ്. അതുപോലെ സി ഓഫ് ടി എന്ന് പറയുന്നത് മക്കളെ AC സൈൻ ഒമേഗ സി ടി ആണ്. ഓക്കെ അല്ലേ? വേർ AC എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? AC എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് എന്താണ്? കരിയർ സിഗ്നൽ. ആംപ്ലിറ്റ്യൂഡ് ഓഫ് എന്താണ്? കരിയർ സിഗ്നൽ. ഓക്കെ അല്ലേ മക്കളെ? അപ്പോ മക്കളെ ഒന്ന് ശ്രദ്ധിച്ചേ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? വരുന്ന മെസ്സേജ് സിഗ്നലിനനുസരിച്ച് കരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിലാണ് വേരിയേഷൻ വരുന്നതെങ്കിൽ, വരുന്ന മെസ്സേജ് സിഗ്നലിനനുസരിച്ച് കരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിലാണ് വേരിയേഷൻ വരുന്നതെങ്കിലാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്? ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിനെ നമ്മൾ CM(2) എന്ന് എടുത്തു. എന്താ CM(t) എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത വേവാണ്. ഏതൊക്കെയാ? കരിയറും മെസ്സേജും കൂടെ. മക്കളെ എന്താ ഞാൻ പറഞ്ഞത്? ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് ആണ്. ഇതെന്ത് വേവ് ആണ്? ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ്. അതിനകത്ത് ആരൊക്കെ ഉണ്ടാവും? കരിയറും ഉണ്ടാവും, സിഗ്നലും നമ്മുടെ മെസ്സേജും ഉണ്ടാവും അല്ലെ? അപ്പൊ നോക്കാം, ഇവിടെ എന്താ നമ്മൾ പറഞ്ഞേ? വരുന്ന മെസ്സേജിനനുസരിച്ച് കരിയർ വേവിന്റെ ആംപ്ലിറ്റ്യൂഡിലാണ് വേരിയേഷൻ വരുന്നത്. നിങ്ങൾ നോക്കുക, CM of t is equal to ഇതേ ഫ്രീക്വൻസി ഞാൻ അത് തന്നെ അതേപോലെ എഴുതി. ദാറ്റ് ഈസ് നോക്കുക സൈൻ ഒമേഗ CT. ഇനി കരിയറിന്റെ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ്, കരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് AC യുടെ കൂടെ എന്തുകൂടെ എഴുതുക? ദാറ്റ് ഈസ് AM സൈൻ ഒമേഗ MT. ഓക്കെ അല്ലേ? ക്ലിയർ ആണേ എന്ന് പറഞ്ഞ മക്കളെ നോക്കിയടേ, എന്താ ഇവിടെ എന്താ സംഭവിച്ചത്? ഇത് രണ്ടും കൂടെ ചേർന്നപ്പോൾ എന്താ സംഭവിച്ചത്? കരിയർ ഫ്രീ അല്ലെങ്കിൽ കരിയർ ഫ്രീക്വൻസി, കരിയർ വേവിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ കൂടെ എന്തും കൂടെ ചേർന്ന് വന്നു? മെസ്സേജ് കൂടെ ചേർന്നു. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഇവിടെ ആർക്കാ വേരിയേഷൻ ഉണ്ടായത്? കരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിനല്ലേ? ആര് വന്നപ്പോൾ? മെസ്സേജ് വന്നപ്പോൾ അല്ലേ? എന്ന് പറഞ്ഞാൽ വരുന്ന മെസ്സേജ് സിഗ്നലിനനുസരിച്ച് ഇവിടെ വന്ന മെസ്സേജ് സിഗ്നൽ എന്താ? AM സൈൻ ഒമേഗ MT ആണ് അല്ലെ? വരുന്ന മെസ്സേജ് സിഗ്നലിനനുസരിച്ച് കരിയർ വേവിന്റെ ആംപ്ലിറ്റ്യൂഡിലാണ് വേരിയേഷൻ. കണ്ടോ ഈ ടേം? കണ്ടോ? അത് നമുക്ക് കരിയർ വേവിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ കൂടെ എന്തുകൂടെ ചേർന്ന് വന്നു? മെസ്സേജ് കൂടെ ചേർന്ന് വന്നു. ക്ലിയർ ആണോ? അപ്പോൾ വരുന്ന മെസ്സേജിനനുസരിച്ച് കരിയർ വേവിന്റെ ആംപ്ലിറ്റ്യൂഡിലാണ് വേരിയേഷൻ ഉണ്ടാവുന്നത്. കണ്ടോ? അതായത് ഈ വേവ് ഒന്ന് റീപ്ലേസ് ചെയ്ത് AC മാറി എന്തായി? AC പ്ലസ് AM സൈൻ ഒമേഗ MT. അതിനകത്ത് കയറി എന്തിരുന്നു? നമ്മുടെ മെസ്സേജ് കയറിയിരുന്നു. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കാം, അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് പറയാം മക്കളെ? ഇതിനകത്ത് AC സൈൻ ഒമേഗ CT പ്ലസ് എന്ത് വരും? AM ഇൻറ്റു സൈൻ ഒമേഗ MT ഇൻറ്റു എന്തെന്ന് വരും മക്കളെ? സൈൻ ഒമേഗ CT വരും. ഓക്കെ അല്ലേ? ക്ലിയർ ആണേ? ദാറ്റ് ഈസ് AC സൈൻ ഒമേഗ CT. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. AC ഇൻറ്റു സൈൻ ഒമേഗ CT, ദാറ്റ് ഈസ് AC സൈൻ ഒമേഗ CT പ്ലസ് അടുത്ത AM സൈൻ ഒമേഗ MT ഇൻറ്റു സൈൻ ഒമേഗ CT, ദാറ്റ് ഈസ് AM സൈൻ ഒമേഗ MT ഇൻറ്റു സൈൻ ഒമേഗ CT. ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ ആണേ? ഇനി ഞാൻ ഇതിനകത്ത് ചെറിയൊരു സാധനം ചെയ്യാൻ പോവാണ്. ഒന്ന് ശ്രദ്ധിച്ചേ. ദാറ്റ് ഈസ് AC ഇൻറ്റു സൈൻ ഒമേഗ CT പ്ലസ് ഇവിടെ AM ഉണ്ടല്ലോ മക്കളെ, AM ഉണ്ട്. ഇത് ഞാൻ AC കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഒരു AC കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? നമ്മളിവിടെ എന്തൊക്കെ ചെയ്തു? ഒരു AC കൊണ്ട് ഡിവൈഡും ചെയ്തു, ഒരു AC കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇത് എന്ത് ചെയ്യപ്പെടും മക്കളെ? ക്യാൻസൽ ചെയ്യപ്പെടുമല്ലോ. ഇൻറ്റു ബാലൻസ് എന്തെന്നൊക്കെയെന്ന് പറഞ്ഞ മക്കളെ? സൈൻ ഒമേഗ MT ഇൻറ്റു എന്ത് വരും? സൈൻ ഒമേഗ CT എന്ന് വരും.
ഓക്കെ അല്ലേ? നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? ഇവിടെ ഒരു എ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു ഒ സി കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ എൻ്റെ മിക്സഡ് എഫക്ട് എന്താണ്? എ എം മാത്രമല്ലേ ഉള്ളൂ. പഴയ ഇക്വേഷനിലോട്ട് വരുന്നുണ്ടല്ലോ. ഓക്കെ ആണ്. ഇനി നമുക്ക് നോക്കി ഇവിടെ ഒരു ടേം കിടക്കുന്നുണ്ടോ? ദാറ്റ് ഈസ് എ എം ബൈ എ സി. ദാറ്റ് ഈസ് എ എം ബൈ എ സി. നോക്കുക, ദാറ്റ് ഈസ് എ എം ബൈ എ സി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? പറ. എ എം എന്താ? ആംപ്ലിറ്റ്യൂഡ് ഓഫ് മെസ്സേജ് സിഗ്നൽ. വാട്ട് ഈസ് എ സി? ആംപ്ലിറ്റ്യൂഡ് ഓഫ് കരിയർ സിഗ്നൽ. അതായത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് മെസ്സേജ് സിഗ്നൽ ടു ആംപ്ലിറ്റ്യൂഡ് ഓഫ് കരിയർ സിഗ്നലിന്റെ റേഷ്യോ ആണ് നമ്മൾ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയും. ഇത് പറയും മ്യൂ എന്ന് പറയും. എന്താ വിളിക്കുന്നത്? മോഡുലേഷൻ ഇൻഡെക്സ്. എന്താ വിളിക്കുന്നത് നമ്മൾ? മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? സോ വാട്ട് ഈസ് മോഡുലേഷൻ ഇൻഡെക്സ്? ആംപ്ലിറ്റ്യൂഡ് ഓഫ് മെസ്സേജ് സിഗ്നൽ ടു ആംപ്ലിറ്റ്യൂഡ് ഓഫ് കരിയർ സിഗ്നൽ. എന്താ മക്കളെ പറഞ്ഞേ? ആംപ്ലിറ്റ്യൂഡ് ഓഫ് മെസ്സേജ് സിഗ്നൽ ടു എന്താണ്? ആംപ്ലിറ്റ്യൂഡ് ഓഫ് കരിയർ സിഗ്നൽ. ഈ റേഷ്യോ ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് വിളിക്കും. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ നമുക്ക് ആ എ എം ബൈ എ സിക്ക് പകരം എന്ത് കൊടുക്കാം? ദാറ്റ് ഈസ് എ സി ഇൻറ്റു സൈൻ ഒമേഗ സി ടി പ്ലസ് എ എം ബൈ എ സിക്ക് വരെ നമുക്ക് മ്യൂ കൊടുത്തൂടെ? ഓക്കെ, ദാറ്റ് ഈസ് മ്യൂ എ സി ഇൻറ്റു എന്ത് വരും? സൈൻ ഒമേഗ എം ടി ഇൻറ്റു സൈൻ ഒമേഗ സി ടി. ഞാൻ തിരിച്ചെഴുതാണ്, കുഴപ്പമില്ലല്ലോ. രണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കും അല്ലേ? സൈൻ ഒമേഗ സി ടി ഇൻറ്റു സൈൻ ഒമേഗ എം ടി. ഓക്കെ ആണോ മക്കളെ? ഇത്രയൊന്നും എഴുതിയെടുക്കുമല്ലോ. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ മക്കളെ, അപ്പൊ നമ്മൾ ഇവിടെ നിർത്തിയിരിക്കുന്നപ്പോൾ ലാസ്റ്റ് എഴുതിയ ഇക്വേഷൻ എന്തായിരുന്നു? സി എം ഓഫ് ടി is equal to എ സി സൈൻ ഒമേഗ സി ടി പ്ലസ് മ്യൂ എ സി ഇൻറ്റു സൈൻ ഒമേഗ സി ടി ഇൻറ്റു സൈൻ ഒമേഗ എം ടി. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കുക, നമ്മൾ പഠിച്ചൊരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ദാറ്റ് ഈസ് സൈൻ എ ഇൻറ്റു സൈൻ ബി. വാട്ട് ഈസ് സൈൻ എ ഇൻറ്റു സൈൻ ബി? ഒന്ന് പറഞ്ഞേ മക്കളെ. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു എന്താ വരും? കോസ് ഓഫ് a minus b minus cos of a plus b. Okay അല്ലേ? ക്ലിയർ ആണേ? ദാറ്റ് ഈസ് സൈൻ എ സൈൻ ബി is equal to 1/2 ഇൻറ്റു കോസ് ഓഫ് എ മൈനസ് ബി മൈനസ് എന്താണ്? കോസ് ഓഫ് എ പ്ലസ് ബി. ഓക്കെ, അപ്പൊ നമുക്ക് എന്തുകൂടെ ഇവിടെ സൈൻ എ സൈൻ ബി എവിടെ കിടപ്പുണ്ട് നോക്കും മക്കളെ? സൈൻ ഒമേഗ സി ടി ഇൻറ്റു സൈൻ ഒമേഗ എം ടി എന്ന് കിടപ്പില്ലേ? ഓക്കെ, ഇവിടെ നിങ്ങൾ തന്നെ നോക്കിയപ്പോൾ അവിടെ എക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? ഒമേഗ സി ടി എന്ന് എഴുതിക്കൂടെ? അതുപോലെ ബിക്ക് പകരം എന്തെഴുതാം? നമുക്ക് ഒമേഗ എം ടി എന്ന് എഴുതിക്കൂടെ? ഓക്കെ അല്ലേ? സോ ഇക്വേഷൻ എങ്ങനെ മാറും മക്കളെ? ഒന്ന് പറഞ്ഞേ. ഇത് ഇക്വേഷൻ ഞാനൊരു ബോക്സിൽ ഇടുകയാണ്. ഓക്കെ, ദാറ്റ് ഈസ് സി എം ഓഫ് ടി is equal to എ സി സൈൻ ഒമേഗ സി ടി പ്ലസ് മ്യൂ എ സി മ്യൂ എ സി ഇൻറ്റു ബാലൻസ് എന്താ? സൈൻ എ സൈൻ ബി അല്ലേ? നമ്മൾ അതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്? 1/2 ഇൻറ്റു കോസ് ഓഫ് എ മൈനസ് ബി മൈനസ് കോസ് ഓഫ് എ പ്ലസ് ബി എന്നല്ലേ? അപ്പോൾ ഒന്ന് നോക്കിയാൽ ദാറ്റ് ഈസ് മ്യൂ എ സി ഇൻറ്റു അത് നമുക്ക് എന്ത് എഴുതാം? സൈൻ ഒമേഗ സി ഡിക്ക് പകരം ദാറ്റ് ഈസ് കോസ് ഓഫ് എ മൈനസ് ദാറ്റ് ഈസ് മ്യൂ എ സി ഇൻറ്റു ഒരു 1/2 ഉണ്ട്. 1/2 കോസ് ഓഫ് എ മൈനസ് ബി അല്ലേ? എക്ക് പകരം നമ്മൾ എന്താ എടുത്തേക്കുന്നത്? ഒമേഗ സി ടി എന്ന. ബിക്ക് പകരം നമ്മൾ എന്താ എടുത്തേക്കുന്നത്? ഒമേഗ എം ടി അല്ലേ? അപ്പൊ എന്തൊരു മക്കളെ? ദാറ്റ് ഈസ് ഒമേഗ സി ടി മൈനസ് ഒമേഗ എം ടി. ഓക്കെ, മൈനസ് എന്ത് വരും? 1/2 കോമൺ ആണേ. ദാറ്റ് ഈസ് 1/2. നമുക്ക് ആ 1/2 പുറത്തിട്ടാലോ? ഓക്കെ, ഇനി 1/2 ഇൻറ്റു അടുത്ത് എന്താ? രണ്ടാമത്തിന് എന്ത് വരും? കോസ് ഓഫ് എ പ്ലസ് ബി ദാറ്റ് ഈസ് എന്ത് വരും? ഒമേഗ സി ടി പ്ലസ് ഒമേഗ എം ടി എന്ന് വരും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ ദാറ്റ് ഈസ് എ സി സൈൻ ഒമേഗ സി ടി പ്ലസ് ഐ ടു ഇങ്ങും മേളി ബാക്കിലോട്ട് വരത്തില്ല. ദാറ്റ് ഈസ് എന്ത് വരും? മ്യൂ എ സി ബൈ 2 ഇൻറ്റു കോസ് ഓഫ് ഇതിൽ നമുക്ക് എന്ത് കോമൺ എടുക്കാം? നമുക്ക് ഒരു ടി കോമൺ എടുത്താൽ നമുക്ക് എന്ത് എഴുതാം? ഒമേഗ സി മൈനസ് ഒമേഗ എം ടി എന്ന് എഴുതി കൂടെ? നോക്കാം, ഇതിൽ നിന്നൊരു ടി കോമൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? ഒമേഗ സി മൈനസ് അതെന്ന് എഴുതാം? ഒമേഗ എം. ഓക്കെ, മൈനസ് കോസ് ഓഫ് നമുക്കൊരു ടി കോമൺ എടുത്തു കഴിഞ്ഞാൽ ടി നമുക്ക് ലാസ്റ്റ് എഴുതാം. ദാറ്റ് ഈസ് ഒമേഗ സി മൈനസ് ഒമേഗ എം ഇൻറ്റു ടി എന്ന് വരും. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? അപ്പൊ എന്ത് കിട്ടി നമുക്ക്? സി എം ഓഫ് ടി is equal to എ സി സൈൻ ഒമേഗ സി ടി പ്ലസ് മ്യൂ എ സി ബൈ 2 ഇൻറ്റു കോസ് ഓഫ് ഒമേഗ സി മൈനസ് ഒമേഗ എം ഇൻറ്റു ടി മൈനസ് കോസ് ഓഫ് ഒമേഗ സി പ്ലസ് ഒമേഗ എം ഇൻറ്റു ടി എന്ന്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എത്ര ഫ്രീക്വൻസീസ് കിട്ടുന്നുണ്ട് മക്കളെ? ഒന്ന് പറഞ്ഞേ. ഒരു ഒമേഗ സി കിട്ടുന്നുണ്ട് അല്ലേ? ഒരു ഒമേഗ സി മൈനസ് ഒമേഗ എം കിട്ടുന്നുണ്ട്. എന്തും കിട്ടുന്നുണ്ട്? ഒരു ഒമേഗ സി പ്ലസ് ഒമേഗ എം കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ
ശ്രദ്ധിക്കുക. ഓക്കെ, ഈ ഗ്രാഫ് നമുക്ക് അവിടെ പഠിക്കാനുള്ളതാണ് അല്ലേ. ഓക്കെ, ഒന്നെന്താ ഒമേഗ സി മൈനസ് ഒമേഗ എം, ഒന്ന് ഒമേഗ സി പ്ലസ് ഒമേഗ എം. നോക്കുക, ഇനി നോക്കുക, ഒന്ന് മ്യൂ എ സി ബൈ 2 ആണ്. ഒന്നിൻ്റെ എന്താണ് എ സി അല്ലേ. അപ്പോൾ നോക്കുക, ഒന്നിൻ്റെത് ഓക്കെ, അതിൻ്റെ എന്താണ് എ സി. ഓക്കെ അല്ലേ, ഇങ്ങനെ വരത്തില്ലേ. ദാറ്റ് ഈസ് ഒമേഗ സി മൈനസ് ഒമേഗ എം. ഇങ്ങനെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്നുണ്ട്. ഫ്രീക്വൻസി അഗൻസ്റ്റ് ആംപ്ലിറ്റ്യൂഡ്. നോക്കുക, ഒമേഗ സി മൈനസ് ഒമേഗ എം ആയാലും ഒമേഗ സി പ്ലസ് ഒമേഗ എം ആയാലും ഈ രണ്ട് ടേം ആയാലും ആംപ്ലിറ്റ്യൂഡ് എത്രയാ? മ്യൂ എസ് സി ബൈ 2 അല്ലേ. നോക്കുക, മ്യൂ എസ് സി ബൈ 2. ഓക്കെ, ഇനി എ സി നടുക്ക് എന്ത് വരും? ഒമേഗ സി വരും. ഓക്കെ, ഒമേഗ സി വരുമ്പം ആംപ്ലിറ്റ്യൂഡ് എത്രയാ? എ സി ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ഒമേഗ സി മൈനസ് ഒമേഗ എമ്മിന് എന്താ മക്കളെ? ഒമേഗ സി മൈനസ് ഒമേഗ എമ്മിനെ നമ്മൾ ലോവർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി എന്ന് പറയും. എന്ത് പറയും? ലോവർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി. ഓക്കെ അല്ലേ. അപ്പൊ ഒമേഗ സി പ്ലസ് ഒമേഗ എമ്മിനെ നമ്മൾ എന്ത് പറയും മക്കളെ? അപ്പർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി എന്ന് പറയും. ഓക്കെ അല്ലേ. ഒമേഗ സി പ്ലസ് ഒമേഗ എമ്മിനെ നമ്മൾ എന്ത് പറയും മക്കളെ? അപ്പർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി. ഓക്കെ അല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് മോഡുലേഷന്റെ ഡയറക്ട് ടെക്നിക്സ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് പഠിക്കാൻ പോകുന്ന തന്നെ ഈ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ ബേസ് ആണ് അല്ലെ. ഇപ്പൊ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് എങ്ങനെ ഉണ്ടാക്കാം, അതെങ്ങനെ ഉണ്ടായി എന്നൊക്കെ പഠിക്കുന്നത്. ഇനി നമ്മൾ അതിനെ ഒരു 3 സെക്ഷൻ ആയിട്ട്, അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഒരു 3 സെക്ഷൻ ആയിട്ട് നമ്മൾ തിരിക്കാൻ പോവാം. നമ്മൾ ആദ്യം എന്തിനാ ഉണ്ടാക്കാൻ പോവാ? ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് ഉണ്ടാക്കുന്നു, പിന്നെ അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, പിന്നെ അത് റിസീവിങ് എൻഡിൽ നമ്മൾ കളക്ട് ചെയ്യുന്നു. ഓക്കെ, ഈ 3 പ്രോസസ്സ് നമ്മൾ 3 ബ്ലോക്ക് ഡയഗ്രാം വെച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, അതുകൂടെ പറയാൻ നമ്മൾ എന്ത് ചെയ്യും? കമ്മ്യൂണിക്കേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചെയ്യും. ഓക്കെ, ശ്രദ്ധിക്കാം. ഫസ്റ്റ് വരുന്നത് പ്രൊഡക്ഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ്. പ്രൊഡക്ഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ്. പ്രൊഡക്ഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് ആണ് പ്രൊഡക്ഷൻ ഓഫ്. ഓക്കെ അല്ലേ. അതിനകത്ത് ഫസ്റ്റ് നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഞാനിവിടെ ഒരു കാര്യം കൊടുത്തു, ഒരു ബോക്സ് കൊടുത്തു. നമ്മുടെ കയ്യിൽ ഒരു മെസ്സേജ് സിഗ്നൽ ഉണ്ട് അല്ലേ. അതിനിവിടെ നമ്മുടെ കയ്യിൽ എന്തുകൊണ്ട്? കരിയർ സിഗ്നലും ഉണ്ട്. ഇത് രണ്ടും കൂടെ ഇവിടെ പോവും, ഇവിടോട്ട് വരുന്നു, അത് രണ്ടും കൂടെ ഒന്ന് ആഡ് ചെയ്യപ്പെട്ടു. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് കിട്ടിയ സിഗ്നലിനെ നമുക്ക് എന്ത് കൊടുക്കാം? സി എസ് ഓഫ് ടി എന്ന് കൊടുക്കാം. ഓക്കെ, നമുക്ക് കിട്ടിയ സിഗ്നലിന് എന്ത് കൊടുക്കാം? സി എസ് ഓഫ് ടി എന്ന് കൊടുക്കാം. അപ്പോൾ സി എസ് ഓഫ് ടി സി കൂടെ എന്തായിരിക്കും മക്കളെ? ഒന്ന് പറഞ്ഞേ. ദാറ്റ് ഈസ് എം ഓഫ് ടി പ്ലസ് എന്നാണ് സി ഓഫ് ടി ആയിരിക്കും. ഓക്കെ, ബ്ലോക്ക് ഡയഗ്രാം ഓക്കെ അല്ലേ. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു? അതായത് നമ്മളിപ്പം ഒരു എന്താണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന്റെ പ്രൊഡക്ഷൻ നമ്മൾ 3 സെക്ഷനായിട്ട് തിരിച്ചു. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് ഉണ്ടാക്കിയെടുക്കുന്നു, ദെൻ അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, പിന്നെ അത് റിസീവിങ് എൻഡിലോട്ട് കാര്യം നോക്കും. ഓക്കെ അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ ഇവിടെ മെസ്സേജ് കൊടുത്തു, കരിയർ സിഗ്നൽ ഉണ്ട്. ഓക്കെ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് സി എസ് ഓഫ് ടി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഈസ് എം ഓഫ് ടി പ്ലസ് സി ഓഫ് ടി ആണ്. ക്ലിയർ ആണല്ലോ. എം ഓഫ് ടി പ്ലസ് സി ഓഫ് ടി ആണ്. ഇനി മക്കളെ ഇത് നേരെ പോകുന്നത് ഓക്കെ ഒരു സ്ക്വയർ ലോ ഡിവൈസിലോട്ടാണ്. എന്തിലോട്ടാ പോകുന്നേ? ഒരു സ്ക്വയർ ലോ ഡിവൈസിലോട്ടാണ്. മക്കളെ സ്ക്വയർ ലോ ഡിവൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ഇൻപുട്ടിൽ കൊടുക്കുന്നോ അതിന്റെ സ്ക്വയർഡ് ഫോം നമുക്ക് ഇവിടെ കിട്ടും, ഒരു ഔട്ട്പുട്ട്. മനസ്സിലായോ? നമ്മൾ എന്ത് ഇൻപുട്ടിൽ കൊടുക്കുന്നോ അതിന്റെ ഒരു സ്ക്വയർഡ് ഫോം നമുക്ക് ഇവിടെ കിട്ടും, ഔട്ട്പുട്ട് കിട്ടും. ഇക്വേഷൻ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല, ഞാൻ മെയിൻ ഇക്വേഷൻസ് അല്ലെങ്കിൽ മെയിൻ ബ്ലോക്ക് ഡയഗ്രാം മാത്രമേ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ അല്ലേ മക്കളെ? ദാറ്റ് ഈസ് സ്ക്വയർ ലോ ഡിവൈസിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും മക്കളെ? ഒരു സ്ക്വയർഡ് ഔട്ട്പുട്ട് ആയിരിക്കും. അത് നേരെ ഒരു ആംപ്ലിഫയറിലേക്ക് പോവാണ്. നേരെ ഒരു ബാൻഡ് പാസ് ഫിൽറ്ററിലോട്ട് പോകും. നമുക്കറിയാം ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ഫ്രീക്വൻസീസിനെയും കയറ്റി വിടുമോ? ഇല്ല. നമുക്ക് വേണ്ട ഫ്രീക്വൻസീസ് മാത്രം ആര് ഫിൽറ്റർ ചെയ്ത് വിടും? ആ ബാൻഡ് പാസ് ഫിൽറ്റർ ചെയ്ത് എങ്ങോട്ട് വിടും? ട്രാൻസ്മിറ്റിംഗ് എൻഡിലോട്ട് വിടും. പറഞ്ഞാൽ മനസ്സിലായോ? ഫിൽറ്റർ അല്ലേ. എന്താ ഫിൽറ്റർ എന്ന് വെച്ചാൽ ഫിൽറ്റർ ചെയ്തങ്ങ് മാറ്റും. നമുക്ക് വേണ്ടാത്ത സാധനത്തെ ഫിൽറ്റർ ചെയ്തങ്ങ് മാറ്റും, നമുക്ക് വേണ്ട സാധനം മാത്രം എന്ത് ചെയ്യും? ഫിൽറ്റർ ചെയ്ത് തരും. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് വരുന്ന ബ്ലോക്ക് ഡയഗ്രാം പ്രൊഡക്ഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് എന്താണ്? ആദ്യം ആഡ് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു? ആ വേവിനെ നമ്മൾ സ്ക്വയർ ലോ ഡിവൈസിൽ കിടത്തുന്നു, പിന്നെ അതിന് ഇങ്ങോട്ട് പാസ് ചെയ്യുന്നു, ബാൻഡ് പാസ് ഫിൽറ്ററിലോട്ട് കൊടുക്കുന്നു, എന്നിട്ട് ഇങ്ങോട്ട് ട്രാൻസ്മിറ്റിംഗ് ആന്റിനയിലോട്ട് കൊടുക്കുന്നു. ക്ലിയർ ആണല്ലോ? ഓക്കെ മക്കളെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു അല്ലെ. ട്രാൻസ്മിറ്റ് ചെയ്ത റിസീവിംഗ് എൻഡിലേക്ക് എത്തുന്നു. ആ ബ്ലോക്ക് ഡയഗ്രാംസ് ഒക്കെ നിങ്ങൾ ടെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഇനി ഞാൻ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ ഒരു ചെറിയ പോർഷനോട് പഠിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്തു തുടങ്ങാം. വേറൊന്നുമല്ല മക്കളെ, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. നമുക്കറിയാം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് വെച്ചാൽ ട്രാവൽ ചെയ്യാൻ മീഡിയം ആവശ്യമില്ല അല്ലേ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഞാൻ പോയിന്റ്സ് എല്ലാം ചുരുക്കിയാണ് മാക്സിമം പറയുന്നത്.
നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുക നല്ലപോലെ, ടോപ്പിക്ക് സെറ്റ് ആവാൻ ടെക്സ്റ്റ് നല്ലപോലെ വായിക്കണം. ഞാൻ പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തേ പോകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനകത്ത് എന്തൊക്കെയുണ്ട് മക്കളെ? ഒരു ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാവും, ഒരു മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാവും. ഓക്കെ അല്ലേ? ആ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും എന്തായിരിക്കും മക്കളെ? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലേ? അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിലെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും എന്തായിരിക്കും മക്കളെ? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ്. ഇനി നമുക്ക് നോക്കാം ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ ഞാനത് പറഞ്ഞുതരാം. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ ഫ്രീക്വൻസിയുടെ ഓർഡറിലോ, ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ് ഫ്രീക്വൻസിയുടെ ഓർഡറിലോ അല്ലെങ്കിൽ വേവ് ലെങ്ത്തിന്റെ ഓർഡറിലോ അറേഞ്ച് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയാം? ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയാം. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ ഫ്രീക്വൻസിയുടെ ഓർഡറിലോ പിന്നെ ഏതാണ് വേവ് ലെങ്ത്തിന്റെ ഓർഡറിലോ അറേഞ്ച് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു EM സ്പെക്ട്രം ഞാൻ വരയ്ക്കുകയാണ്, ഓർഡറിൽ അങ്ങ് വരയ്ക്കുകയാണ്. ദാറ്റ് ഈസ് ആർ, ഒരു ഷോർട്ട് കട്ട് ഫോമാണ്. ഈ ഓർഡറിൽ അങ്ങ് പഠിച്ചു വെച്ചിരിക്കുക. RMIV UXG. ഓക്കെ അല്ലേ? RMIV UXG. ഓക്കെ അല്ലേ? ഇതാണ് ആ ഷോർട്ട് കട്ട് ഫോം. നോക്കുക, RMIVUXG. ഈ ഓർഡറിലങ്ങ് പഠിക്കുക മക്കളെ. ആയം തൊട്ട്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ നമ്മൾ ഇൻക്രീസിങ് അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെ ഇൻക്രീസിങ് ഓർഡറോ ഡിക്രീസിങ് അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെയോ വേവ് ലെങ്ത്തിന്റെയോ ഇൻക്രീസിങ് അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതിനെ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. മക്കളെ ഒന്ന് നോക്കിയേ മക്കളെ, റേഡിയോ വേവ്. ആദ്യത്തെ വേവ് ഏതാണ്? റേഡിയോ വേവ് ആണ്. ഇവിടെ എന്ത് കുറവാണ്? ഫ്രീക്വൻസി കുറവാണ്. ആ ഫ്രീക്വൻസി കുറവാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫ്രീക്വൻസി ഞാൻ ന്യൂ എന്ന് എടുത്തു. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കറിയാം ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും എന്താണ് മക്കളെ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ? ആണല്ലോ. അപ്പോൾ റേഡിയോ വേവിന് ഫ്രീക്വൻസി ഏറ്റവും കുറഞ്ഞ വേവാണ് റേഡിയോ വേവ്. ഫ്രീക്വൻസി ഏറ്റവും കുറഞ്ഞ വേവാണ് റേഡിയോ വേവ്. അപ്പോൾ ഫ്രീക്വൻസി കുറവാണെങ്കിൽ ഇവിടെ ലാംഡ എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും ഇതല്ലേ? അപ്പോൾ ഇവിടെ ഫ്രീക്വൻസി കുറയുമ്പോൾ എന്ത് കൂടി? ഇവിടെ വേവ് ലെങ്ത് മാക്സിമം ആയിരിക്കും, ഫ്രീക്വൻസി എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ അല്ലേ മക്കളെ? ഇനി അപ്പോൾ റേഡിയോ വേവിനെ കുറിച്ച് പറയാം. റേഡിയോ വേവ് എന്ന് പറയുന്നത് ഏറ്റവും ഫ്രീക്വൻസി കുറഞ്ഞ വേവാണ്. ഓക്കെ അല്ലേ? വേവ് ലെങ്ത് മാക്സിമം ആയിരിക്കും, വേവ് ലെങ്ത് കൂടുതലായിരിക്കും. പിന്നെ നമുക്ക് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് പറയാം മക്കളെ? റേഡിയോ കമ്മ്യൂണിക്കേഷനിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? റേഡിയോ വേവ്സ് യൂസ് ചെയ്യാറുണ്ട്. നിങ്ങൾ ഇതിന് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ NCERT ടെക്സ്റ്റിൽ ഫസ്റ്റ് വോളിയം ടെക്സ്റ്റിൽ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അതിൽ ആ സ്പെക്ട്രം കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ, അതായത് ഓരോ വേവ്സിനെ പറ്റി ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? സോ അതൊക്കെ നിങ്ങൾ എടുത്തൊന്ന് റീഡ് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. മെയിൻ പോയിന്റ്സ് ഒക്കെ നമുക്കൊന്ന് പറയാം. ഓക്കെ, അപ്പോൾ റേഡിയോ വേവ് കൂടുതലും എന്തിലാണ് ഉപയോഗിക്കുന്നത്? റേഡിയോ കമ്മ്യൂണിക്കേഷനിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അതുപോലെ റേഡിയോ വേവിന്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 10⁻�0 ഹെഡ്സ് ടു 10⁻12 ഹെഡ്സ് വരെയാണ്. നമ്മൾ ആ സ്പെക്ട്രം നോക്കിക്കഴിഞ്ഞാൽ, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമാണ്. റേഡിയോ വേവ്സിന്റെ ഫ്രീക്വൻസി റേഞ്ച് മക്കളെ 10⁻�0 ഹെഡ്സ് ടു 10⁻12 ഹെഡ്സ് ആണ്. റേഡിയോ വേവ്സിന്റെ ഫ്രീക്വൻസി റേഞ്ച് എന്താ മക്കളെ? 10⁻�0 ഹെഡ്സ് ടു എന്താണ്? 10⁻12 ഹെഡ്സ് ആണ്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തിനെ പറ്റി പഠിക്കുന്നത്? റേഡിയോ വേവ്സിനെ പറ്റി പറയുന്നത്. ഓക്കെ അല്ലേ? ഇവിടെ വരുന്ന രണ്ടാമത്തെ വേവാണ് മൈക്രോവേവ്. രണ്ടാമത്തെ വേവ് മക്കളെ മൈക്രോവേവ് ആണ്. മൈക്രോവേവ് ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 10⁻9 ഹെഡ്സ് ടു 10⁻12 ഹെഡ്സ് ആണ്. മൈക്രോവേവിന്റെ ഫ്രീക്വൻസി റേഞ്ച് മക്കളെ 10⁻9 ഹെഡ്സ് തൊട്ട് 10⁻12 ഹെഡ്സ് വരെയാണ് മൈക്രോവേവ്സിന്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആവുന്നുണ്ട്? മൈക്രോവേവ്സ് നമ്മൾ എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? പിന്നെ മൈക്രോവേവ് ഓവൻ അല്ലേ? മൈക്രോവേവ്സിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താ മക്കളെ? മൈക്രോവേവ് ഓവൻ ആണ് അല്ലേ? ഓക്കെ, അതെ. ഫ്രീക്വൻസി റേഞ്ച് നോക്കി നോക്കിയാൽ അത് നമ്മൾ സ്പെക്ട്രം നോക്കിയാൽ മതി. ടെക്സ്റ്റിൽ ഒരു സ്പെക്ട്രം കിടപ്പുണ്ട്, അതിൽ നോക്കിയാൽ മതി. ദാറ്റ് ഈസ് 10⁻9 ഹെഡ്സ് ടു 10⁻12 ഹെഡ്സ്. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് ഐ. വാട്ട് ഈസ് ഐ? ഐ എന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ് ആണ്. മക്കളെ ഇൻഫ്രാറെഡ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇൻഫ്രാറെഡിന്റെ ഫ്രീക്വൻസി റേഞ്ച് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 10⁻12 ഹെഡ്സ് ടു 10⁻14 ഹെഡ്സ് ആണ്. ഓക്കെ, ഇൻഫ്രാറെഡിന്റെ ഫ്രീക്വൻസി റേഞ്ച് എത്രയാണ് മക്കളെ? 10⁻12 ഹെഡ്സ് തൊട്ട് 10⁻14 ഹെഡ്സ്. ഇൻഫ്രാറെഡിന്റെ ഫ്രീക്വൻസി റേഞ്ച് 10⁻12 ഹെഡ്സ് ടു 10⁻14 ഹെഡ്സ്. ഇൻഫ്രാറെഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞേ ഹോട്ട് വേവ്സ് എന്ന് പറയാറുണ്ട് അല്ലേ? നമ്മൾ ടിവിയുടെ റിമോട്ടിലൊക്കെ ഉപയോഗിക്കാറില്ലേ? പിന്നെ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലൊക്കെ അല്ലേ, നമ്മുടെ റഡാർ കമ്മ്യൂണിക്കേഷനിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ഇൻഫ്രാറെഡ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇൻഫ്രാറെഡിന്റെ വേറൊരു പേരെന്താ മക്കളെ? ഹോട്ട് വേവ്സ് എന്ന് പറയാം അല്ലെ? ചൂടുള്ള കിരണങ്ങൾ എന്ന് പറയാറുണ്ട് ഇൻഫ്രാറെഡ്സിന്. ഓക്കെ,
ക്ലിയർ ആണേ? അപ്പോൾ ഇത് മൂന്നും കൂടെ ചേരുമ്പോഴാണ് ലോ ഫ്രീക്വൻസി ആവും അല്ലേ? ഇത് ഇത്രയും ലോ ഫ്രീക്വൻസി സെക്ഷനാണ് മക്കളെ. നേരെ നടുക്ക് വരുന്നതാണ് നമ്മുടെ വിസിബിൾ റീജിയൻ എന്ന് പറയും അല്ലേ? അപ്പോൾ നമുക്ക് റേഡിയോ വേവ് കാണാൻ പറ്റുമോ മക്കളെ? ഇല്ല. മൈക്രോവേവ് കാണാൻ പറ്റുമോ? ഇല്ല. ഇൻഫ്രാറെഡ് കാണാൻ പറ്റുമോ? ഇല്ല. വിസിബിൾ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള, ഹ്യൂമൻസിന് വിസിബിൾ ആയിട്ടുള്ള റീജിയനെ നമ്മൾ എന്ത് വിളിക്കുക? വിസിബിൾ റീജിയൻ എന്ന് വിളിക്കുക അല്ലെ? ഹ്യൂമൻസിന് വിസിബിൾ ആയിട്ടുള്ള റീജിയനെ നമ്മൾ എന്ത് വിളിക്കുക? വിസിബിൾ റീജിയൻ എന്ന് വിളിക്കുക. അത് നമ്മുടെ വിസിബിൾ റീജിയൻ അല്ലെ? നമുക്ക് കാണാൻ കഴിയുന്നതെല്ലാം നമ്മുടെ വിസിബിൾ റീജിയനകത്ത് വരും അല്ലെ? ഇനി നമുക്ക് കാണാൻ കഴിയാത്ത പലതും ആനിമൽസിന് കാണാൻ കഴിയും അല്ലേ? അതായത് പാമ്പുകൾക്ക് ഇൻഫ്രാറെഡ് ഡിറ്റക്ട് ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലെ? പർട്ടിക്കുലർ സ്നേക്സിന്, കുറെ ടൈപ്പ് ഓഫ് സ്നേക്കിന് എന്ത് ഡിറ്റക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്? ഇൻഫ്രാറെഡിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അതുപോലെ ചിലതിനും ഇൻസെക്റ്റുകൾ, പക്കികളൊക്കെ ഇല്ലേ, ചെറിയ ചെറിയ പക്കികളൊക്കെ ഇല്ലേ, ഇൻസെക്റ്റുകൾ, ഓക്കെ, ഇൻസെക്ട്സിനൊക്കെ എന്ത് അൾട്രാ വയലറ്റ് ഡിറ്റക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. പറഞ്ഞാൽ മനസ്സിലായി? അപ്പോൾ ഇതൊക്കെ എക്സാമ്പിൾസ്, ഇതൊക്കെ നമ്മൾ അതിൽ നിന്ന് റീഡ് ചെയ്തെടുക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, വിസിബിൾ ലൈറ്റിന്റെ ഫ്രീക്വൻസി റേഞ്ച് 10⁻14 ഹെർട്സ് ടു എന്താണ് 10⁻15 ഹെർട്സ് വരെയാണ്. ഓക്കെ അല്ലേ? ഇനി നോക്കാം മക്കളെ, ഇനി ബാക്കിയുള്ള ഹൈ ഫ്രീക്വൻസി റേഞ്ച് 3 ഉണ്ട്. ഏതൊക്കെയുണ്ട്? അൾട്രാ വയലറ്റ്, എക്സ്റേ, പിന്നെന്താണ്? ഗാമ. മക്കളെ നോക്ക്, അൾട്രാ വയലറ്റ് റേ എന്ന് പറയുന്നത് അല്ലെ, അൾട്രാ വയലറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഭൂമിയിലേക്ക് ഇതൊക്കെ ഡയറക്റ്റ് വന്നു വീണ വലിയ വിഷയങ്ങളാണല്ലോ. നമ്മൾ ഇതൊക്കെ അതിനകത്ത് പഠിക്കുന്നത്, അതിനകത്ത് ഒന്ന് വായിച്ചു നോക്കുക അല്ലെ? ഭയങ്കര വിഷയങ്ങളാണ്. ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ ഉണ്ടാക്കും അല്ലേ? അതുപോലെ തന്നെ ഈ അൾട്രാ വയലറ്റ് നമുക്ക് എന്തിനു ഉപയോഗിക്കുന്നുണ്ട്? ക്യാൻസർ തെറാപ്പി അല്ലെ? ക്യാൻസറിന്റെ ചികിത്സയ്ക്കും ഉപയോഗിക്കാറുണ്ട്. ഓക്കെ അല്ലേ? അൾട്രാ വയലറ്റിന്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 10⁻15 to 10⁻17 ആണ്. അൾട്രാ വയലറ്റിന്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 10⁻15 to 10⁻17 ആണ്. ഹെഡ്സ് ആണേ. ഓക്കെ, ഇനി അടുത്ത വരുന്ന മക്കളെ ഏതാണ്? എക്സ്റേ എന്ന് പറയുന്നത് അല്ലെ? എക്സ്റേ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത് മക്കളെ? മെഡിക്കൽ പർപ്പസ്, മെഡിക്കൽ ഡയഗ്നോസിൽ നമ്മുടെ കാലൊടിഞ്ഞാൽ, കൈ ഒടിഞ്ഞാലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? എക്സ്റേ എടുക്കാറില്ലേ? അപ്പോൾ മെഡിക്കൽ പർപ്പസിനാണ് നമ്മൾ കൂടുതൽ എന്ത് യൂസ് ചെയ്യുന്നത് മക്കളെ? എക്സ്റേകൾ യൂസ് ചെയ്യും ആണല്ലോ. ക്ലിയർ ആണല്ലോ? എക്സ്റേയുടെ ഫ്രീക്വൻസി റേഞ്ച് നോട്ട് ചെയ്ത് ഷോ 10⁻16 ഹെഡ്സ് ടു 10⁻20 ഹെഡ്സ്. മക്കളെ ഈ ഫ്രീക്വൻസി റേഞ്ച് എവിടെ നിന്നാണ് കിട്ടുന്നത്? സ്പെക്ട്രം ഒന്ന് നോക്കിയാൽ മതി. ടെക്സ്റ്റിലെ സ്പെക്ട്രം ഒന്ന് ഇറക്കി വാശി നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? ഇനി ലാസ്റ്റ് വരുന്ന ഏറ്റവും ഫ്രീക്വൻസി കൂടിയതാണ് ഗാമ വേവ്. എവിടെ നിന്നാണ് ഈ ഗാമ റേസ് കിട്ടുന്നത്? ന്യൂക്ലിയർ റിയാക്ഷൻസിൽ നിന്നാണ് എന്ത് പുറത്തു വിടുന്നത്? ഗാമ റേസ് പുറത്തു വിടുന്നത്. പറഞ്ഞ മനസ്സിലായി? ഹൈ ഫ്രീക്വൻസി ആണ്. 10⁻18 തൊട്ട് മേളോട്ട് മൊത്തം ഹൈ ഫ്രീക്വൻസി ഒക്കെ എന്താണ്? ഗാമ റേസ് ആണ്. ഓക്കെ, അപ്പം മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ 2 ചാപ്റ്ററിൽ ഞാൻ ഷോർട്ടാക്കി നമുക്കൊന്ന് പറഞ്ഞത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്തു തുടങ്ങാം? ക്വസ്റ്റ്യൻസ് ചെയ്തു തുടങ്ങാൻ വളരെ എളുപ്പമായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ്. പെട്ടെന്ന് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ റെഡിയല്ലേ? റെഡിയല്ലേ മക്കളെ? ഓക്കെ മക്കളെ, നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്തു തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ എസെൻഷ്യൽ കണ്ടീഷൻ ഫോർ ഡിമോഡുലേഷൻ? ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻ എ ആണ് ഓക്കെ, കരിയർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ലെസ്സർ ദാൻ എന്താണ്? RC ആയിരിക്കണം കേട്ടോ. കണ്ടീഷനൊക്കെ അതേപോലെ പഠിക്കുക. ഓക്കെ മക്കളെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. The number of bits required to represent a decimal number 2⁻n എന്ന് പറയുന്നത് നോട്ട് ചെയ്ത് പഠിച്ചു n+1 ആണ് കേട്ടോ. The number of bits required to represent a decimal number 2⁻n എന്ന് പറയുന്നത് എന്താണ് മക്കളെ? പറഞ്ഞോ, n+1 ആണ്. ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ ക്വസ്റ്റ്യൻ? ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യന് എ ആണ് ഓപ്ഷൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യന് സി ആണ് ഓപ്ഷൻ. ഓക്കെ, അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. An amplitude modulated wave is represented by, ഞാൻ ആ വേവ് ഒന്ന് എഴുതുകയാണ്. ദാറ്റ് ഈസ് V is equal to 400 into sin of 1 plus 0.9 sin 3050t 3050t പ്ലസ് എന്ത് വരും? പ്ലസ് into sin 6.28 into 10⁻60 into sin 6.28 into 10⁻60 ആണ്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. അവരെന്താ ചോദിച്ചിരിക്കുന്നത് മക്കളെ? വാട്ട് ഈസ് ദ കരിയർ ഫ്രീക്വൻസി? ഓക്കെ അല്ലെ? കരിയർ ഫ്രീക്വൻസി എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് മക്കളെ. ഒന്ന് നോക്കിയാൽ മക്കളെ, ഇതെന്ത് ഫോമിൽ കിടക്കുക? ദാറ്റ് ഈസ് ഇത് sin ωct ഫോമിൽ കിടക്കുമല്ലേ എന്ന് പറയുന്നത് നമുക്കറിയാം. ഒമേഗ സി ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം മക്കളെ? 2πfc എന്ന് എഴുതിക്കൂടെ? ഒമേഗ സി ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം? 2πfc എന്ന് എഴുതിക്കൂടെ? നമുക്ക് ഒമേഗ സിക്ക് പകരം നമുക്ക് ഇവിടെ എന്തെഴുതാം മക്കളെ? 6.28 into 10⁻6 is equal to
2 into എന്തെന്ന് എഴുതാം മക്കളെ FC എന്ന് എഴുതി കൂടെ settle okay so from this equation we can write that is FC is equal to 2 ഇങ്ങ് നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുന്നു അപ്പോൾ എന്ത് വരും that is 6.28 into 10 raised to 6 divided by 2 pi what is the value of pi yes that is 3.14 that is 6.28 into 10 raised to 6 by 2 into 3.14 okay what is 3 into 2.14 2 into 3.14 is 6.28 okay they cancel okay so we get the answer that is 10 raised to 6 okay അല്ലേ നോക്ക ഓപ്ഷനിൽ 10 raised 6 ഉണ്ടോ ഓക്കെ ഉണ്ടോ മക്കളെ തേർഡ് ക്വസ്റ്റ്യൻ 10 raised 6 ഉണ്ട് ഓക്കെ ഓപ്ഷൻ സി ആണ് അപ്പോൾ നമുക്ക് എന്ത് ബ്ലോക്ക് ചെയ്യാം മക്കളെ ഓപ്ഷൻ സി ബ്ലോക്ക് ചെയ്യാം അപ്പോൾ ഇക്വേഷൻ നോട്ട് ചെയ്തിടുക ഒമേഗ സി ഈസ് ഈക്വൽ ടു എന്താ മക്കളെ 2 FC അല്ലേ ആൻസർ സംശയമുള്ളവരെ ഒന്ന് എന്ത് ചെയ്യുക ഒന്ന് റിവൈസ് അടിച്ചു അല്ലെങ്കിൽ റിപ്പീറ്റ് അടിച്ച് നോക്കുക ഓക്കെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറുകയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എ വേവ് ഈസ് ഗിവൺ ബൈ ഇ ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് ഇ ഈസ് ഈക്വൽ ടു സൈൻ 15 sin 10 raised to 60 15 sin 10 raised to 60 plus 5 sin 1200t 5 sin 1200t ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ അവർ ചോദിച്ചിരിക്കുന്നത് എന്താ മക്കളെ വാട്ട് ഈസ് ദ മോഡുലേഷൻ ഇൻഡെക്സ് ഓക്കെ ഓക്കെ മക്കളെ ഒന്ന് പറഞ്ഞേ എന്താണ് ഇവിടെ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് നോക്കുക ഇവിടെ കണ്ടോ ഇത് കണ്ടോ ദാറ്റ് ഈസ് എം ഇസ് ഈക്വൽ ടു എന്താണ് 5 കണ്ടോ ഇതാണ് മോഡുലേഷൻ ഇൻഡെക്സ് ഇക്വേഷൻ എഴുതി കൂടെ നമുക്ക് മക്കളെ എന്താ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞേ ദാറ്റ് ഈസ് എം ഇസ് ഈക്വൽ ടു എന്താണ് AM/AC അല്ലേ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് മെസ്സേജ് സിഗ്നൽ ടു ആംപ്ലിറ്റ്യൂഡ് ഓഫ് കരിയർ സിഗ്നൽ അല്ലേ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് മെസ്സേജ് സിഗ്നൽ ടു ആംപ്ലിറ്റ്യൂഡ് ഓഫ് കരിയർ സിഗ്നൽ ഓക്കെ സോ നമുക്ക് ഓപ്ഷൻ ബി നോക്കാം അപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ എന്താണ് ബി ആണ് ക്ലിയർ അല്ലേ മക്കളെ ഓക്കെ ആണേ അപ്പോൾ 4 ക്വസ്റ്റ്യൻസ് ആയി നമ്മൾ ഓക്കെ നമ്മൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കയറുകയാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് an AM wave has 1800 watt of total power content for 100% modulation the carrier should have power content equal to എന്നാണ് ക്വസ്റ്റ്യൻ ഓക്കെ മക്കളെ അതായത് എന്ത് തന്നിട്ടുണ്ട് ടോട്ടൽ പവർ കണ്ടന്റ് 1800 വാട്ട് തന്നിട്ടുണ്ട് അപ്പോൾ ചോദിക്കുന്നത് ഫോർ 100% മോഡുലേഷൻ the carrier should have power content എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അല്ലേ മക്കളെ നോട്ട് ചെയ്ത ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ ഷോർട്ട് കട്ട് ഇക്വേഷൻ ദാറ്റ് ഈസ് PZ is equal to PT into that is 2 by എന്താണ് 2 plus m square ആണ് ഫോർമുല നോട്ട് ചെയ്ത് വെച്ചോ ആ പവർ കണ്ടന്റ് കരിയർ വേവിന്റെ പവർ കണ്ടന്റ് ഫോർമുല ഷോർട്ട് കട്ട് ഫോർമുല നോട്ട് ചെയ്ത് വെച്ചോ മക്കൾ എന്താണ് that is PZ is equal to PT into എന്ത് വരും 2 by 2m 2 plus m square ഓക്കെ അവർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ടോട്ടൽ പവർ കണ്ടന്റ് എത്രയും തന്നിട്ടുണ്ട് മക്കളെ 1800 വാട്ട്സ് ആണ് തന്നിട്ടുണ്ട് ഇനി നമുക്ക് തന്നിട്ടുണ്ട് മോഡുലേഷൻ 100% അല്ലേ ദാറ്റ് ഈസ് മോഡുലേഷൻ ഇസ് ഈക്വൽ ടു 100% ആണ് വാട്ട് ഈസ് 100% എന്ന് പറയുന്നത് നമുക്ക് 100/100 അല്ലേ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് 1 ഓക്കെ നമുക്ക് ഇക്വേഷനിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം ദാറ്റ് ഈസ് PC ഈസ് ഈക്വൽ ടു PT എത്രയാണ് ദാറ്റ് ഈസ് 1800 ഇൻറ്റു 2 by എന്തെന്ന് വരും ദാറ്റ് ഈസ് 2 plus 1 സ്ക്വയർ എന്ന് വരും വാട്ട് ഈസ് 2 plus 1 സ്ക്വയർ 1 ദാറ്റ് ഈസ് 1 plus 2 എത്രയാണ് 3 അപ്പോൾ ദാറ്റ് ഈസ് 1800 into 2 by 3 okay that is 600 വരും കട്ട് ചെയ്യുമ്പോൾ that is equal to 1200 watts okay അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ആ ഇക്വേഷൻ എന്ത് ചെയ്യുക നല്ലപോലെ ഒന്ന് ഫോക്കസ് ചെയ്ത് വെക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഇതേ മോഡലുള്ള വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാമല്ലോ അപ്പോൾ എന്താണ് ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ മക്കളെ PZ is equal to PT into എന്ന് വരും 2 by 2 plus m square എന്ന് വരും ഓക്കെ അല്ലേ മക്കളെ ഇനി നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇതേപോലൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് വിൽ ബി ദ പവർ റേഡിയേറ്റഡ് അറ്റ് 75% മോഡുലേഷൻ ഇഫ് AM ട്രാൻസ്മിറ്റർ റേഡിയേറ്റ്സ് എത്രയാണ് 50 കിലോവാട്ട് കാരിയർ പവർ അപ്പോൾ എന്ത് കണ്ടുപിടിക്കണം നമുക്ക് അവിടെ ടോട്ടൽ പവർ കണ്ടന്റ് കണ്ടുപിടിക്കണം ഇക്വേഷൻ നോട്ട് ചെയ്യുക ദാറ്റ് ഈസ് PT is equal to PZ into എന്ത് വരും 1 plus m square by 2 ടോട്ടൽ പവർ കണ്ടന്റ് ഇക്വേഷൻ ഫോർമുല നോട്ട് ചെയ്ത് നോക്കോളെ
That is PT is equal to PC into 1 plus m square by 2. ഇനി പവർ ഓഫ് കരിയർ വേവിന്റെ പവർ തന്നിട്ടുണ്ട്. കരിയറിന്റെ പവർ എത്രയും തന്നേക്കുന്നത്? That is 50 kilowatt ആണ്. ഓക്കെ, that is 50 kilowatt ആണ്. നമ്മൾ കിലോ വാട്ട്സിനെ കൺവേർട്ട് ചെയ്യുന്നതിലോട്ട് മാറ്റണം, വാട്ട്സിലോട്ട് മാറ്റണം. That is 50 into 10 raised to 3 watts ആണ്. ഓക്കെ അല്ലേ? ഇനി മോഡുലേഷൻ ഇൻഡെക്സ് that is m is equal to എത്രയാണ്? 75% ആണ്. That is equal to എത്രയാണ്? 75 by 100. That is equal to എന്ത് വരും മക്കളെ? 0.75 എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ വാല്യൂസിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാമല്ലോ. That is PT is equal to PC into PCക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം മക്കളെ? ഒന്ന് പറഞ്ഞേ. 50 into 10 raised to 3 into എന്ത് വരും? 1 plus m square. m square എത്ര? That is 0.75 into square by എന്ത് വരും? 2 എന്ന് വരും. ഓക്കെ അല്ലേ? ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക, എത്ര കിട്ടും നോക്കുക. ഓക്കെ, 64 kilowatts എന്ന് കിട്ടും കേട്ടോ. 6th ക്വസ്റ്റ്യൻ്റെ 64 kilowatts എന്ന് കിട്ടും. കാൽക്കുലേഷൻസ് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇക്വേഷനാണ്. പറഞ്ഞ മനസ്സിലായോ? ക്ലിയർ ആണല്ലോ ക്വസ്റ്റ്യൻ? അപ്പോൾ ഇതേപോലെ തന്നെയാണ് മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ. 7ാമത്തെ ക്വസ്റ്റ്യനും കിടപ്പുണ്ട് അവിടെ മക്കളെ. ഒന്ന് ശ്രദ്ധിച്ചേ, 7ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. 7ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നോക്കുക. ഈ ട്രാൻസ്മിറ്റർ പവർ ഓഫ് എത്രയാണ്? 10 kilowatts. മോഡുലേഷൻ എത്രയാണ്? 50%. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? നിങ്ങൾക്കൊന്ന് സോൾവ് ചെയ്തൂടെ? 10 kilowatt എന്ത് തന്നിട്ടുണ്ട്? പവർ തന്നിട്ടുണ്ട്. ട്രാൻസ്മിറ്റർ പവർ തന്നിട്ടുണ്ട്, മോഡുലേഷൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ ഒന്ന് എന്ത് ചെയ്യാം മക്കളെ? അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കൂടെ? ക്ലിയർ ആണേ? സെറ്റ് ആണല്ലോ? അപ്പോൾ നമ്മൾ ഇതിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഓക്കെ ആണല്ലോ? ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 10th question. Okay, 10th question എന്ന് പറയുന്നത് what is the bandwidth of AM transmission for modulating frequency of 10 kilohertz and carrier frequency of 100 kilohertz? അപ്പോൾ എന്താ പറയുന്നത്? what is the bandwidth of എത്രയാ? AM ട്രാൻസ്മിഷൻ്റെ ബാൻഡ് വിഡ്ത്ത് ആണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. AM ട്രാൻസ്മിഷൻ്റെ ബാൻഡ് വിഡ്ത്ത് ചോദിക്കുന്നുണ്ട്. എത്രയാണ്? കരിയർ ഫ്രീക്വൻസി എത്രയാ? 100. നമ്മുടെ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി എത്രയാണ്? 10 kilohertz. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കിയാൽ ബാൻഡ് വിഡ്ത്തിൻ്റെ ഫോർമുല ഒരു ഷോർട്ട് കട്ടായിട്ട് അങ്ങ് പഠിച്ചു വെച്ചാൽ മക്കളെ. ബാൻഡ് വിഡ്ത്ത് ഇസ് ഈക്വൽ ടു എന്താണ്? 2 into FM ആണ്. വാട്ട് ഇസ് FM മക്കളെ? മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി. ഓക്കെ, മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി. ഓക്കെ അല്ലേ? മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി. അപ്പോൾ എന്ത് വരും? ദാറ്റ് ഇസ് BW. ബാൻഡ് വിഡ്ത്ത് ഇസ് ഈക്വൽ ടു ദാറ്റ് ഇസ് 2 into FM എത്രയാണ്? 10 അല്ലേ? 10 kilohertz അല്ലേ? ദാറ്റ് ഇസ് ഈക്വൽ എത്ര വരും? 20 kilohertz. മക്കളെ ഇങ്ങനെയുള്ള ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ഒന്ന് ചൂസ് ചെയ്ത് ഒന്ന് സെറ്റാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജസ്റ്റ് അതിനെയൊക്കെ നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ മക്കളെ? ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ. വിച്ച് റീജിയൺ ഓഫ് എർത്ത് അറ്റ്മോസ്ഫിയർ അപ്ലൈസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ സ്പേസ് കമ്മ്യൂണിക്കേഷൻ? എന്താണ്? അയണോസ്ഫിയർ ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണേ? ഓക്കെ ആണല്ലോ? നമുക്ക് 14ാമത്തെ ക്വസ്റ്റ്യൻ ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ അതൊന്ന് നോക്കാം നമുക്ക്. ഓക്കെ, 14ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അസേർഷൻ എന്ന് പറയുന്നത് മൈക്രോവേവ്സ് കമ്മ്യൂണിക്കേഷൻ ഈസ് പ്രിഫേർഡ് ഓവർ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ അല്ലെ? മൈക്രോവേവ് കമ്മ്യൂണിക്കേഷൻ എന്തിനു മുകളിൽ പ്രിഫർ ചെയ്യുന്നത്? ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇനി എൻ്റെ റീസൺ എന്താണ്? മൈക്രോവേവ്സ് പ്രൊവൈഡ് ലാർജ് നമ്പർ ഓഫ് ചാനൽസ് ആൻഡ് ബാൻഡ് വിഡ്ത്ത് കമ്പയർ ടു ഒപ്റ്റിക്കൽ സിഗ്നൽ. ഓക്കെ, ഒരിക്കലും മൈക്രോവേവ്സ് നമ്മൾ എന്തിൽ യൂസ് ചെയ്തില്ല? ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്തിട്ടില്ല. വിച്ച് മീൻസ് അവിടെ അസേർഷനും തെറ്റാണ്, റീസണും തെറ്റാണ്. ഓക്കെ, ഏത് ഓപ്ഷൻ വരും? ഓപ്ഷൻ ഡി വരും. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? അത് നമുക്ക് 15ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാം. 15ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എ TV ടവർ ഹാസ് ഹൈറ്റ് എത്രയാണ്? 100 meter. What is the maximum distance up to which the TV transmission can be received? മാക്സിമം ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എത്ര റേഞ്ചിൽ പോകുന്ന ചോദിച്ചിരിക്കുന്നത്? ഓക്കെ മക്കളെ, ഹൈറ്റ് എത്രയും നമുക്ക് തന്നിട്ടുണ്ട്? 100 kilometer അല്ലേ? ഹൈറ്റ് എത്രയാണ്? 100 kilometer അല്ലേ? ഹൈറ്റ് എന്ന് പറയുന്നത് 100 meter ആണ്. മാക്സിമം ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആറിൻ്റെ വാല്യൂ എത്ര തന്നിട്ടുണ്ട്? 8 into 10 raised to 6. ആറിൻ്റെ വാല്യൂ 8 into 10 raised to 6. ഹൈറ്റ് എത്രയാണ്? 100 meter. നോക്കുക, റേഞ്ചിന്റെ ഫോർമുല നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ദാറ്റ് ഈസ് D is equal to √2RH എന്ന് വരും. D is equal to എന്ത് വരും മക്കളെ? √2RH എന്ന് വരും.
ദാറ്റ് ഈസ് √2 ഇൻറ്റു ആർ എത്ര മക്കളെ 8 ഇൻറ്റു 10⁻6 ഇൻറ്റു h എത്ര വരും മക്കളെ 100 വരും. ഓക്കെ അല്ലേ? ഒന്ന് സോൾവ് ചെയ്ത് ഒന്ന് പറഞ്ഞേ മക്കളെ ഏത് ഓപ്ഷൻ വരും? ഒന്ന് സോൾവ് ചെയ്ത് പറഞ്ഞ ഏത് ഓപ്ഷൻ വരും മക്കളെ? ഏത് ഓപ്ഷൻ വരും? ഒന്ന് പറഞ്ഞ എത്ര വരും മക്കളെ? 40 കിലോമീറ്റർ. ഓക്കെ, അപ്പൊ 15ാമത് വളരെ എളുപ്പമല്ലേ? അപ്പൊ ഈ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അല്ലേ? ക്ലിയർ ആണേ? ഓക്കെ ആണല്ലോ? അപ്പോൾ 15ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഓപ്ഷൻ സി പറയാം. ഓക്കെ ഓക്കെ മക്കളെ, നമുക്ക് ആ 16ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. 16ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയേ. ദ സ്കൈ വേവ് പ്രൊപ്പഗേഷൻ ഈസ് സ്യൂട്ടബിൾ ഫോർ റേഡിയോ വേവ് ഫ്രീക്വൻസി. സ്കൈ വേവ് പ്രൊപ്പഗേഷൻ സ്യൂട്ടബിൾ ആവുന്ന ഫ്രീക്വൻസി നോട്ട് ചെയ്യുക. ഓപ്ഷൻ സി ആണ് 2 MHz to 30 MHz ആണ്. സ്കൈ വേവ് പ്രൊപ്പഗേഷൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫ്രീക്വൻസി ഏതാണ് മക്കളെ? 2 MHz ആണ്. ടു എത്രയാണ്? 30. 2 to എവിടെ വരെയാണ്? 30 MHz വരെയാണ്. 2 MHz to 30 MHz വരെയാണ്. നമുക്ക് ഓപ്ഷൻ സി അങ്ങ് ബ്ലോക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങൾ റെഡിയാണോ? ഓക്കെ, നമ്മൾ 17ാമത്തെ ക്വസ്റ്റ്യൻ പറയുകയാണ്. മോഡുലേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് സൂപ്പർ പോസിങ്. നമുക്കറിയാം മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ലോ ഫ്രീക്വൻസി സിഗ്നലിനെ ഹൈ ഫ്രീക്വൻസി വേവുമായിട്ട് മിക്സപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? മോഡുലേഷൻ എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? സോ അപ്പോൾ മോഡുലേഷൻ ഈസ് എ പ്രോസസ് അല്ലേ? അപ്പോൾ ഏതാണ്? ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ. ഓക്കെ ഓക്കെ, അപ്പോൾ 17ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ത് തന്നെയാണ്? എ തന്നെയാണ് ആൻസർ. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ ആണേ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി എന്താ പറയാ? ഇൻ സ്പേസ് വേവ് പ്രൊപ്പഗേഷൻ ദ റിലേഷൻ ബിറ്റ്വീൻ ഹൈറ്റ് ഓഫ് ആന്റിന ആൻഡ് റേഞ്ച് ഓഫ് ട്രാൻസ്മിഷൻ ഈസ് എന്താ? ഫോർമുല എന്താ? കുറച്ച് മുമ്പ് നമ്മൾ കൂടെ പറഞ്ഞില്ലേ എന്താ ഫോർമുല? D = √2RH ആണ് ഫോർമുല. ഓക്കെ അല്ലേ? D = ഫോർമുല എന്താണ് മക്കളെ? √2RH. എന്താണ് D എന്ന് പറഞ്ഞാൽ? റേഞ്ച്. മക്കളെ ഈ റേഞ്ച് എങ്ങനെ വരുന്നത് മക്കളെ? എങ്ങനെയായിരിക്കും വരുന്നത്? ഒന്ന് നോക്കുക മക്കളെ. നോക്കാം, ഇവിടെ ഒരു ടവർ വെച്ചു നമ്മൾ. ഈ റേഞ്ച് എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ടും മാത്രമല്ല സർക്കുലർ ഷേപ്പിലാണ് വരുന്നത് കേട്ടോ. റേഞ്ച് എന്ന് പറയുമ്പോൾ ഒരു സർക്കിൾ എടുത്തു. ഇപ്പോൾ റേഞ്ച് എന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റേഞ്ച് 2 മീറ്റർ എന്ന് പറഞ്ഞാൽ മീനിങ് ഈ സർക്കുലർ ഷേപ്പിലാണ് 2 മീറ്റർ കിട്ടും കേട്ടോ. അപ്പോൾ 2 മീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരച്ചാൽ ഈ ആന്റിനയുടെ യൂസ് ആർക്കൊക്കെ കിട്ടും? ഈ സർക്കിളിലുള്ള എല്ലാവർക്കും കിട്ടും. മനസ്സിലായി? 2 മീറ്റർ എന്തിലാണ്? റേഡിയസിൽ വരച്ചിരിക്കുന്ന സർക്കിളിലുള്ള എല്ലാവർക്കും കിട്ടും. മനസ്സിലായി? ഇതാണ് റേഞ്ച് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, റേഞ്ച് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇക്വേഷൻ ഇങ്ങനെ വരുന്നത് D² = 2RH. വാട്ട് ഈസ് D എന്ന് വെച്ചാൽ എന്താ? റേഞ്ച് എന്ന് വിളിക്കും. മനസ്സിലായി? റേഞ്ച് ഇത് എങ്ങനെയാണ് റേഞ്ച് വരുന്നത്? മനസ്സിലായോ? R എന്ന് പറഞ്ഞാൽ എന്താ? റേഡിയസ്. H എന്ന് പറഞ്ഞാൽ എന്താ? ഹൈറ്റ് ഓഫ് ആന്റിന. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെ, റെഡി അല്ലേ മക്കളെ? ശ്രദ്ധിക്കുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. What is the minimum length of antenna required to transmit a radio signal of frequency 20 MHz? അപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്താ? What is the minimum length of the antenna required to transmit എന്താണ്? A radio signal of frequency 20 MHz. അപ്പോൾ നമുക്കൊരു 20 MHz എന്ത് ചെയ്യണം? ട്രാൻസ്മിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം നമ്മൾ നെസസിറ്റീസ് ഓഫ് മോഡുലേഷൻ പഠിച്ചതല്ലേ? നമുക്കറിയാം റിസീവിങ് എൻഡിലെ നമ്മൾ ഇവിടുന്ന് ഒരു മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്തു അല്ലെ? റിസീവിങ് എൻഡിലെ ആന്റിനയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് വരുന്ന മെസ്സേജിന്റെ വേവ് ലെങ്ത്തിന്റെ എത്ര ആയിരിക്കണം മക്കളെ? 1/4 ആയിരിക്കണം ആണല്ലോ. മിനിമം എന്തെങ്കിലും വേണം. മിനിമം വേവ് ലെങ്ത് അല്ലെ മിനിമം ഹൈറ്റ് എന്ന് പറയുന്നത് വരുന്ന വേവിന്റെ ആ വേവ് ലെങ്ത്തിന്റെ 1/4 എങ്കിലും വേണം. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ എന്താ പറയുന്നേ? സിഗ്നൽ ഓഫ് ഫ്രീക്വൻസി എത്രയാണ്? 20 MHz അല്ലേ? സിഗ്നലിന്റെ ഫ്രീക്വൻസി 20 MHz. ഫ്രീക്വൻസി C = എത്രയാണ്? 20 MHz. ഓക്കെ, 20 MHz നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? 20 × 10⁻6 Hz എന്ന് എഴുതാം അല്ലേ മക്കളെ? 20 MHz നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? 20 × 10⁻6 Hz എന്ന് എഴുതാം. ഓക്കെ, നമുക്കറിയാം. ഇനി നോക്കുക, ന്യൂ = നമ്മൾ എന്തെന്ന് പഠിച്ചിട്ടുണ്ട് മക്കളെ? Z/λ എന്ന് പഠിച്ചു അല്ലേ? ഫ്രീക്വൻസി C = നമ്മൾ C/വേവ് ലെങ്ത് എന്ന് പഠിച്ചില്ലേ? അവിടെ നമുക്ക് λ = എന്ന് എഴുതാം മക്കളെ? C/ν എന്ന് എഴുതാം. ഓക്കെ, ന്യൂ = C/λ ആണ് മക്കളെ. അവിടെ നിന്ന് λ = എന്ന് എഴുതാം നമുക്ക്? C/ν എന്ന് എഴുതാം. സിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം മക്കളെ? ദാറ്റ് ഈസ് 3 × 10⁻8 ന്യൂ ഫ്രീക്വൻസിക്ക് പകരം നമുക്ക് എന്ത് എഴുതാം മക്കളെ? 20 × 10⁻6 എന്ന് വരും.
ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ എന്തൊക്കെ ക്യാൻസൽ ചെയ്ത് പോകും? ഈ 20 × 10⁻⁶ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ 3 × 10⁸ ബൈ ഇനി നമുക്ക് 2 × 10⁻⁷ എന്ന് എഴുതിക്കൂടെ? നോക്ക്, ഈ ഒരു 0 നമ്മൾ ഈ പവറിലോട്ട് കയറ്റി കഴിഞ്ഞാൽ എന്തെങ്കിലും അവിടെ എന്ത് 10⁻⁶ മാറി 10⁻⁷ വരത്തില്ലേ? നോക്കപ്പോൾ 20 × 10⁻⁶ നമുക്ക് എന്ത് എഴുതാം മക്കളെ? 2 × 10⁻⁷ എന്ന് എഴുതാം. ഓക്കെ, വാട്ട് ഈസ് 3/2? ദാറ്റ് ഈസ് 1.5 ഇൻറ്റു ഇവിടെ എന്തൊരു കട്ട് ചെയ്ത് പോകത്തില്ലേ? 7 ഇത് മൊത്തത്തിൽ പോയി, ഇവിടെ ഒരു 10 ആയി അല്ലേ? അപ്പോൾ എന്തൊരു 1.5 × 10 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും മക്കളെ? 15 എന്ന് വരും. ഓക്കെ അല്ലേ? ക്ലിയർ ആണേ? അപ്പോൾ അവരെന്താ ചോദിച്ചിരിക്കുന്നത്? ലെങ്ത് അല്ലേ ചോദിച്ചിരിക്കുന്നത്? എല്ലല്ലേ ചോദിച്ചേക്കുന്നത്? അപ്പോൾ എത്ര വരും? 15/4 എത്ര വരും? അപ്പോൾ ആന്റിനയുടെ ലെങ്ത് എത്രയാ? റിസീവിങ് എൻഡിലെ ഞാൻ ഇങ്ങോട്ട് എഴുതാം, ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് എഴുതാം. റിസീവിങ് എൻഡിലെ ആന്റിനയുടെ ഹൈറ്റ് എത്രയാ മക്കളെ? L is equal to λ/4 അല്ലേ ഹൈറ്റ്? ലാംഡയ്ക്ക് പകരം നമുക്ക് എത്ര എഴുതാം? 15 എന്ന് എഴുതാൻ /4 എടുത്തൂടെ? ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും മക്കളെ? 3.75 മീറ്റർ എന്ന് വരും. ഓക്കെ, നോക്കാം 3.75 മീറ്റർ നമ്മുടെ ഓപ്ഷനിലുണ്ടോ? ഓക്കെ ഉണ്ട്, ഓപ്ഷൻ ഡി ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഏത് ബ്ലോക്ക് ചെയ്യാം? ഓപ്ഷൻ ഡി ബ്ലോക്ക് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് 20ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോവാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് അയണോസ്ഫിയർ ഈസ് യൂസ്ഡ് ഫോർ. അയണോസ്ഫിയർ എന്തിനാ യൂസ് ചെയ്യുന്നത് മക്കളെ? സ്കൈ വേവ്സ്. നോട്ട് ചെയ്ത് വെച്ചോ. അയണോസ്ഫിയർ നമ്മൾ പറഞ്ഞില്ലേ? സ്കൈ വേവ്സ്. എന്താ അയണോസ്ഫിയർ? നമ്മുടെ സ്കൈ വേവ് പ്രൊപ്പഗേഷൻ പറഞ്ഞ ഓർമ്മയില്ലേ? നമ്മുടെ കയ്യിലുള്ള മെസ്സേജ് നമ്മൾ എങ്ങോട്ട് വിടുവാണ്? അറ്റ്മോസ്ഫിയറിൽ ഒരു ലെയറായ അയണോസ്ഫിയറിലോട്ട് വിട്ടു. അപ്പോൾ അവിടുന്ന് റിഫ്ലക്ട് ചെയ്ത് അത് എന്ത് എത്തും? റിസീവിംഗ് എൻഡിൽ എത്തും. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. തിയറി നല്ലപോലെ വായിച്ചു നോക്കുക. ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് ഈ ഫ്രീക്വൻസി റേഞ്ച് ഒക്കെ നമുക്ക് ചോദിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പിക്കപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നല്ലപോലെ എല്ലാവരും എന്ത് ചെയ്യുക? എക്സാം എഴുതുക. ഓക്കെ, നല്ലൊരു റിസൾട്ട് ഉണ്ടാവുക ഞാൻ പ്രാർത്ഥിക്കാം. ഓക്കെ മക്കളെ, താങ്ക്സ്.